വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2026 മെയ് മാസം 20 വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ അവസാന ദിവസത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ വർഷം 2025 ഈ ക്ലാസ് ആരംഭിച്ചത്. 2026 ആകുമ്പോൾ 106 ക്ലാസ്സുകൾ അഥവാ 106 ദിവസങ്ങളിൽ ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറിലുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സഹകരിച്ച പങ്കെടുത്ത ഇതിന് വേണ്ടി പ്രാർത്ഥിച്ച് സഹകരിച്ച എല്ലാവരോടും കർത്താവിൻ്റെ വന്യനാമത്തിൽ ഒറ്റ വാക്കിൽ വന്ദനം സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പഠനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം 7-ാം വാക്യം വായിച്ച് അതിൽ നിന്നുള്ള ഭാഗങ്ങളെ നാം ചിന്തിച്ചപ്പോൾ കർത്താവ് ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വേഗം വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചിരുന്നത്. അതിൽ 22-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ വേഗത്തിൽ വരുന്ന ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. കർത്താവ് വേഗത്തിൽ വരുന്നു എന്ന് സംസാരിച്ചിട്ടുള്ളത് അത് സംശയം കൂടാതെ അത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, മണവാട്ടിയോടുള്ള ബന്ധത്തിലാകുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് തെളിയിക്കാൻ സാധിക്കും. എന്നാൽ ഇതാ വരുന്നു, മേഘാരൂഢനായി വരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് തെളിവായിട്ട് സഭകളോട് സംസാരിക്കുമ്പോൾ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോഴും നമുക്ക് അവിടെ വളരെ വ്യക്തമായി സഭകളോടുള്ള തോതിൽ പറഞ്ഞിരിക്കുകയാണ്. 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചോളുക. ഈ വേഗം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവസഭയുടെ ബന്ധത്തിലാണ്. കർത്താവിൻ്റെ മധ്യാകാശ വരവിനോടുള്ള ബന്ധത്തിലാണ് വേഗത്തിൽ വരുന്നു, വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 7-ാം വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അത് ദൈവസഭയുള്ള ബന്ധത്തിൽ ആത്മമണവാട്ടി ചേർക്കാൻ വേണ്ടി ആത്മമണവാളൻ വരുന്ന മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ചാകുന്നു എന്നുള്ളതിനെ നമുക്ക് ഒന്നിലധികം വചനത്തിൻ്റെ തെളിവുകളിൽ നമ്മൾ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഒന്നിലധികം വചനം നമ്മളെടുത്ത് സ്ഥിരീകരിക്കുമ്പോൾ അത് ന്യായമായിട്ടും അതിൻ്റെ ആ കാര്യങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം കൊണ്ട് എടുത്ത് ഈ വേഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥവ്യാപ്തി അത് മണവാട്ടി സഭയിൽ ചേർക്കാൻ വരുന്ന മധ്യാകാശ വരവിനെ കുറിച്ചാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. തുടർന്ന് കർത്താവ് അതിൻ്റെ 22-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വേഗം വരുന്നു എന്ന് ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം. എന്നിട്ട് ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നു പറഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് ഞാൻ വേഗം. ഇപ്പം സഭകളോട് പറയുമ്പോൾ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, വേഗം വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്ന് ഈ രണ്ടാമത് പറയുമ്പോഴും ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവ് മേഘാരൂഢനായി വരുന്നതും 7 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്കും മഹത്വ പ്രത്യക്ഷതയ്ക്കും തമ്മിൽ 7 വർഷത്തിൻ്റെ ഏകദേശം വ്യത്യാസമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതും ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു പറയുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം എന്താകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പ്രതിഫലം കൊടുക്കുന്നതിനുള്ള ബന്ധത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അധികം സമയമില്ല. അപ്പോൾ അതോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇതാ ഞാൻ വേഗം വരുന്നു. സഭയോടുള്ള ബന്ധത്തിലാണ് ഇതാ ഞാൻ വേഗം വരുന്നു, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുകണം എന്നൊക്കെ സഭയോട് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന ദൂതും എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വ്യത്യാസം. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകും. അപ്പോൾ ഒരു അവസാനത്തിലേക്ക്, ലോകാവസാനത്തിലേക്ക് എത്തുന്നതിനുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരംഭം വിട്ടവൻ ലോകാരംഭം വിട്ടവൻ ലോകാവസാനത്തിൽ പ്രത്യക്ഷപ്പെടുന്നുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്. അൽഫയമാകുന്നു,
ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. എൻ്റെ വിശുദ്ധനും കൂടാതെ ഞാൻ വേഗത്തെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടെ വെച്ചാണ് അന്ന് ജീവനോടിരിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. അത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്നെങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെ പ്രതിഫലമായിരിക്കാം, അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ പ്രതിഫലമായിരിക്കാം. അപ്പോൾ കർത്താവ് ഭൂമിയിൽ രണ്ടാമത് വരുമ്പോൾ അന്ന് പ്രതിഫലം അനുഗ്രഹമായി കിട്ടുന്നവരാണ് അന്ന് അവനെ കാത്ത് നിൽക്കുന്ന അത്തിവൃക്ഷത്തോട് ബന്ധത്തോടെ യഹൂദന്മാരും ബുദ്ധിയുള്ള കന്യകമാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കൈവിളക്ക് എന്തുന്ന കന്യകമാരുള്ള ബന്ധത്തിലുള്ളത്. അതുപോലെ തന്നെ വിവാഹസ്ഥിതിയിൽ പ്രവേശിപ്പാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ സ്നേഹിത പദവിയിലുള്ളവരും യോഗ്യരാകുന്നവരും അവരും പ്രതിഫലം പ്രാപിക്കാനുള്ളവരാണ്. മഹത്വ സിംഹാസനത്തിന് മുമ്പാകെ വലതുവശത്ത് നിൽക്കുന്നവർക്കും പ്രതിഫലം ലഭിക്കുന്നവരാണ്. എന്നാൽ അന്ന് ജീവനോടെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നത് ഇപ്പൊ കർത്താൻ രണ്ടാമത്തെ വരങ്ങളിൽ ഒടുക്കത്താൻ മഹത്വം പ്രത്യക്ഷപ്പെടുന്ന ദിവസത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ചുരുക്കത്തിൽ ഞാൻ വേഗത്തിൽ പറഞ്ഞു, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് പ്രതിഫലം ലഭിക്കുന്നവരുമുണ്ട്, അതേസമയം ശിക്ഷാവധി ലഭിക്കുന്നവരുമുണ്ട്. അപ്പൊ അവര് അതിൽ ശിക്ഷാവിധി അന്ന് കർത്താവിന്റെ വരവുകൾ തള്ളപ്പെട്ടു പോകുന്നവർ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ചേർക്കപ്പെടാതെ ദൂതന്മാരെ അയച്ച് ചേർക്കപ്പെടുകയാണ്. അപ്പൊ അതിൽ അന്ന് രണ്ടുപേരും എടുക്കും, ഒരാളെ എടുക്കും, മറ്റൊരാളെ തള്ളപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ തള്ളപ്പെട്ടു പോകുമ്പോൾ അവർ അവശേഷിക്കുകയാണ്. പിന്നെ ഭാഗ്യവശാൽ കല്യാണ വിരുന്നുശാലയിൽ എണ്ണം തികയാത്തതുകൊണ്ട് കുറെ പേരെ അവിടെ വീണ്ടും വിളിച്ചു കയറ്റി ഭാഗ്യവാന്മാരാകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് തള്ളപ്പെട്ടു പോകുന്നവരുണ്ട്. അപ്പൊ അവരെ അപ്പോൾ അതിന് മുമ്പായി നമുക്ക് കാണാൻ സാധിക്കും, കല്യാണ സദ്യയുടെ വിരുന്ന് നടക്കുന്നതിന് മുമ്പായി എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനുമാണ് ഒന്നാമതായിട്ട് ഹർമോദം യുദ്ധത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യത്വം വെളിപ്പെടുന്ന നാളിൽ നിത്യനരകാഗ്നിയിലെ ജീവനോടെ തള്ളപ്പെടുന്നത്. അവർക്ക് നിത്യശിക്ഷാവിധിയാണ് ലഭിക്കുന്നത്, ജീവനോടെയാണ് അന്ന് ജീവനോടിരിക്കുന്നവരുടെ മാത്രമാണ് അന്ത്യ ന്യായവിധി നടക്കുന്നത്. അതിൽ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകൻ തള്ളപ്പെടുന്നു. അതിനുശേഷമായിട്ടാണ് കല്യാണ വിരുദ്ധശാലയിൽ നിന്ന് കല്യാണവസ്ത്രം ധരിക്കാത്ത അയോഗ്യരായിട്ടുള്ളവരെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളവർ സ്നേഹിത പദവിയിൽ പ്രവേശിച്ചവർക്ക് 4 യോഗ്യതയിലായി മാറുന്നു. മൂന്നാമതായിട്ട് അന്ന് നിത്യ ശിക്ഷാവധിയുടെ പ്രതിഫലം കിട്ടി തള്ളപ്പെടുന്നവരാണ് അവര് കുഞ്ഞാടിന്റെ മഹത്വ സിംഹാസനം മുമ്പാകെ വലതുവശത്ത് നിൽക്കുന്നവർ അന്ന് തള്ളപ്പെട്ടു പോകുന്നവർ. വലതുവശത്ത് നിൽക്കുന്നവർ അന്ന് അവർ തള്ളപ്പെട്ടു പോകും. വലതുവശത്തിൽ ഇടതുവശത്ത് നിൽക്കുന്നവർ. അപ്പോൾ വലതുവശത്ത് നിൽക്കുന്നവർ അത് ചെമ്മരിയാടുകളും ഇടതുവശത്ത് നിൽക്കുന്നവർ കോലാടുകളുമാകുന്നു. അപ്പോൾ ഈ കോലാടുകളായിട്ടുള്ളവർ അന്ന് ശപിക്കപ്പെട്ടവരായിട്ട് തള്ളപ്പെട്ടു പോകുന്നു. ഞാൻ ഇത് പറഞ്ഞത് പ്രതിഫലം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഭൂമിയിൽ വെച്ചല്ല സ്വർഗീയ തേജസ് ലഭിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നത്. നമുക്ക് ഭൂമി വന്നിട്ട് എന്ത് പ്രതിഫലമാണ് ലഭിക്കാനുള്ളത്? ഭൂമിയിലെ ഭരണം, പട്ടണങ്ങളെ ഭരിക്കുന്നത്, ഇതെല്ലാം അന്ന് ജീവനോടിരിക്കുന്ന നീതിമാന്മാരായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന കാര്യമാണ്. ഇവിടെ വന്ന് നമ്മളെ ആരെയും പട്ടണത്തെ നീതിമാന്മാരാക്കാനല്ല കർത്താവ് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ ഭൂമിയിലേക്ക് രണ്ടാമത് വരുമ്പോൾ നമുക്കിവിടെ പ്രതിഫലം എന്തായിട്ട് എന്താ തരാനുള്ളത്? അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അഥവാ സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള സകല വിശുദ്ധന്മാർക്കും ലഭിക്കുന്ന പ്രതിഫലം സ്വർഗത്തിൽ വെച്ചാൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അന്തരം മനസ്സിലാക്കുക. കർത്താവിന്റെ മധ്യാകാശത്തിൽ സഭയെടുക്കപ്പെട്ട് പ്രതിഫലമായിരിക്കുന്ന ക്രിസ്തുവിനെ പ്രാപിപ്പാൻ വേണ്ടി സ്വർഗത്തിൽ നമ്മൾ പ്രാപിക്കുന്ന കുഞ്ഞാണ്ട കല്യാണം, ഇതെല്ലാം പ്രാപിച്ച് നമുക്ക് അവിടെയാണ് നമുക്ക് ലഭിക്കാണ്ട് എല്ലാ പ്രതിഫലം കിരീടങ്ങളും എല്ലാം അവിടെ വെച്ചാണ് ലഭിക്കുന്നത്. എന്നാൽ ഭൂമിയിലേക്ക് കർത്താവും മണവാട്ടി സഭയും പരിവാരങ്ങളും വരുമ്പോൾ ഇതാ പറഞ്ഞത്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ആ അന്ത്യനായ വിധിയുള്ളത് അത് ജീവനോട്ടിരിക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നതിന് 22-ാം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വ പ്രതിഷ്ഠയോട് ബന്ധത്തിലായിരിക്കുന്നു എന്നതിൻ്റെ സംശയമില്ലാതെ ഇക്കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സംശയം ഉണ്ടാകാൻ പാടില്ല, എല്ലാം ഒരേ കാര്യമേ പറയുന്നെങ്കിലും സന്ദർഭങ്ങൾ രണ്ടാണ്. 22-ാം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മധ്യാകാശ പ്രത്യക്ഷതയിലുള്ള വിഷയമാണ്. അവിടെ കർത്താവ് പറഞ്ഞില്ല പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞില്ല, കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് ഭാഗ്യവാന്മാരാണ്, മഹാഭാഗ്യവാന്മാരാണ്. എന്നാൽ 22-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഇങ്ങോട്ട് വരുന്നത്, രണ്ടാമത് വരുന്നത്
അന്ന് ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ജീവനോടിരിക്കുന്നവർ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കും. അതിനുശേഷമായി കർത്താവ് രണ്ടാമത്തെ വരവിൻ്റെ അവസാന ദിവസങ്ങളാകുന്ന ഒടുക്കത്തെ നാളിലേക്ക് വന്നു വരുമ്പോഴത്തേക്ക് അന്ന് മരിച്ചുപോയ സകല മനുഷ്യരുടെയും അന്ത്യനായി നടക്കും. അന്ന് നടക്കുന്ന ഗോഗുമഹോ യുദ്ധത്തിലാണ് മരണമാകുന്ന സാത്താനെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത്. അവൻ്റെ വേര് കൊമ്പ് ശേഷിപ്പിക്കാതെ സകലത്തെയും എഴുന്നേൽപ്പിച്ച് മരണവും പാതാളവും ഏൽപ്പിക്കുന്നവരെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതും കർത്താവ് രണ്ടാമത്തെ വരവിൻ്റെ ആരംഭത്തെങ്കിൽ ജീവനോടിരിക്കുന്നവരുടെ അന്ത്യനായി നടക്കുമെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താനെ എന്നേക്കുവാൻ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. പാതാളവും മരണവും ഏൽപ്പിച്ചു കൊടുക്കുന്ന, അഥവാ നരകവും പാതാളവും ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അപ്പോൾ കർത്താവ് വരുമ്പോൾ രണ്ടാമത് വരുമ്പോൾ ഈ അന്ത്യന്യായവിധി പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം ആകാശഭൂമി കത്തി കഴിയപ്പെടുന്നു, പൊതുവാന ഭൂമി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ രണ്ട് വ്യത്യസ്തമാണ്, ഒരേ കാര്യം തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്, രണ്ട് സന്ദർഭം. ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കണം. അല്ലെങ്കിൽ അത് ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ നമ്മൾ വായിച്ചു പോകാവുന്നേ ഉള്ളൂ. എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഹിന്റ്, ഒരു പോയിന്റ് നമുക്ക് ലഭിച്ചാൽ ബാക്കി കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിനോട് ബന്ധം. പക്ഷേ കൂട്ടിച്ചേർക്കുമ്പോൾ തെറ്റായിട്ടുള്ളൊന്നും പഠിപ്പിച്ച് കൂട്ടി വെക്കരുത്, നമ്മുടെ ഇഷ്ടമുള്ളതൊന്നും ചേർക്കരുത്. ചേരുന്നതിന് മാത്രമേ ചേരാൻ പറ്റുള്ളൂ. ചിലർക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണ്ട് പഠിച്ചെല്ലാം ഒരുമിച്ച് പിന്നെയും പഠിച്ചു വെച്ച് എല്ലാം ചേർത്ത് വെക്കുക. അങ്ങനെ വെക്കാൻ പാടില്ല. ചേരേണ്ടത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അറിയത്തില്ലെങ്കിൽ ചേർക്കാൻ പോകരുത്. അറിയാവുന്ന മാത്രം പ്രസ്താവിക്കുക. കാരണം വെളിപ്പാട് പുസ്തകം പഠിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ്. നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ പാടില്ല. അതേപോലെ അവസാനം പറഞ്ഞത് കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല എന്ന് വാണിംഗ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവസാനം ഞാൻ പറയുകയാണത്, പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ പഠിപ്പിക്കാമെങ്കിലേ ഇതിന് തുനിയാവുള്ളൂ. അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞ് അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ആകെപ്പാടെ പ്രശ്നങ്ങളായി തീരും. ഇത് പഠിപ്പിക്കരുതെന്നോ വായിക്കരുതെന്നോ പഠിപ്പിക്കരുത്. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും, അറിയാം ഇന്ന കാര്യങ്ങളാണ് അതിനുള്ള ബന്ധത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക, മറ്റുള്ളവർ കൊടുക്കുക. സംശയം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ യോഗ്യരായിട്ടുള്ളവരോട് ചോദിച്ച് ആ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിനെ കൂട്ടാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല. ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് പഠിപ്പിക്കുന്നത് വളരെ ഭയത്തോടും വളരെയധികം ശ്രദ്ധയോടും കൂടിയാണ് ഇതിൻ്റെ ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത്. അല്ലാതെ ലാഘബുദ്ധിയോടെയല്ല. ഒരു വചനം പോലും വിട്ടുകളയാതെയും ഒരു വാക്ക് പോലും അത് കൂട്ടാതെയോ കുറയ്ക്കാതെയോ ഒക്കെയാണ് നമ്മളിതുവരെയുള്ള ക്ലാസ്സുകൾ എടുത്തു പോന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ആവർത്തിച്ച് കേൾക്കുക, വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കി പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഷെയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കേണ്ടവരോട് ചോദിച്ചതിൻ്റെ വ്യക്തത വരുത്തുക. എല്ലാറ്റിലും ഉപരി ഇതിൽ പറഞ്ഞിരിക്കുന്ന വചനം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രമാണിച്ച് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ ജീവന്റെ വിഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്ന ഭാഗ്യവാന്മാർ എന്ന് പറയുകയാണ്. അപ്പം വസ്ത്രം അലക്കുക എന്നതിൻ്റെ അർത്ഥം പ്രവൃത്തികളെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്, ജീവവൃക്ഷത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവിതത്തിലെ വസ്ത്രം എന്ന് പറയുമ്പോൾ തേജസ്സിനുള്ള ബന്ധത്തിലാണ്. ഇപ്പം നമുക്കറിയാം, അത് വെള്ള വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വെള്ള നെല്ലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉടുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞത് ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവൊക്കെ ആകുമ്പോഴത്തിന് വളരെയധികം പ്രതിസന്ധിയുള്ള കാലഘട്ടമാണ്. എല്ലാവരും പാപത്തിൽ മുഴുകിപ്പോകുന്ന നോഹയുടെ കാലം പോലെ ഒരു കാലം വരുന്നൊരു കാലഘട്ടമാണ്. ഈ കർത്താവ് മധ്യാകാശപ്പെടുത്തിയ ശേഷമായി പരിശുദ്ധമായി എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നോഹയുടെ കാലം പോലെ ഒരു കാലം വരും, മ്ലേച്ഛതയുടെ കാലം വരും. അതിന് തെളിവുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന മ്ലേച്ഛത തലയുയർത്തിക്കഴിഞ്ഞു. എന്നാൽ അതിനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവസഭയുടെ ഉള്ളത്, ആദ്യ മഠസഭയുള്ളതുകൊണ്ട്. അതിന് ശേഷമായി വിശ്വാസത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് വരും. ഇപ്പോൾ ഇത് 30, 60, 100 മേനിയായി വിളഞ്ഞ് അതിൻ്റെ ഫലം പൂർണ്ണതയിലേക്ക് എത്തി ജീവനോടിരിക്കുന്ന ഒരു കൂട്ടരെ ദൈവം രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന
നൂറുമേനിയുള്ള ബന്ധത്തിൽ ഈ ആത്മീയ ഉയരത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉയർത്തപ്പെട്ട് പോകുന്നതിന് മുമ്പായി ഇവിടുന്ന് എന്തിനു വേണ്ടി പരിശുദ്ധമായി ഇറങ്ങി വന്നു? ആത്മവണവാട്ടി ഒരുക്കി ഉയരത്തിലേക്ക് എടുക്കപ്പെടുന്ന ആരോഹണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കർത്താവ് രണ്ടാമത്തെ വരവിലേക്ക് വരുമ്പോൾ, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യപ്രകാരം ഈ ആരോഹണത്തിന് ശേഷമായി അത് 60ലേക്കും 30ലേക്കും വിശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്കും ലോകം മാറിപ്പോകും. ഇന്നത് ഞാൻ പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ ഇത് ലോകത്തിൽ സംഭവിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും സുവിശേഷവും ഒക്കെ വളരെയധികം പ്രബലപ്പെട്ടു നിൽക്കുന്ന, ലോകത്തിലെ ഏറ്റവും പ്രബലമായിരിക്കുന്ന മതമായി ക്രിസ്തീയ മതം തീർന്നിട്ടുണ്ട്. എന്നാൽ അധികം താമസിയാതെ കർത്താവ് വരുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനിയെ കണ്ടെത്താൻ പറ്റാത്ത അവസരത്തിൽ, ദൈവവിശ്വാസം കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ദുർലഭമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. അതിൻ്റെ അർത്ഥം ഇന്ന് കാണുന്ന ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും വിശ്വാസികളും എല്ലാം അസ്തമിക്കപ്പെട്ടു പോകും, അത് ഇല്ലാതായി തീരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ നാന്ദിയായിട്ടാണ് ഒരു കാലത്ത് വേദപുസ്തകം പ്രിന്റ് ചെയ്തതും എഴുതപ്പെട്ടതും പ്രിന്റ് ചെയ്തും ലോകത്തിൽ അത് പ്രചരിപ്പിക്കാനൊക്കെ മുമ്പിൽ നിന്ന ഇംഗ്ലണ്ട് പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ഇപ്പോൾ അവിടെ വിശ്വാസം ത്യജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് നോൺ റിലീജിയസ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മതം വേണ്ട. അപ്പോൾ അവർ കാത്തിരിക്കുന്നത് സ്വന്തം നാമത്തിൽ വരുന്ന ക്രിസ്തുവിനെ അല്ലെങ്കിൽ പൈശാചിക ഭരണത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇപ്പോഴുള്ള മതങ്ങളൊന്നും അവർക്ക് വേണ്ട. എന്നാൽ അവർക്കൊരു പുതിയത് വേണം എന്നുള്ള വാഞ്ചയോടെ ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരുന്നുണ്ട്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും അവർക്ക് വേണ്ട. ഇപ്പോൾ ആഹാരം വേണ്ട, ഇപ്പോഴുള്ള വസ്ത്രരീതി വേണ്ട, ഇപ്പോഴുള്ള വിവാഹം വേണ്ട, ഇപ്പോഴുള്ള ജീവിത രീതി വേണ്ട, കുടുംബബന്ധം വേണ്ട, ഇപ്പോഴുള്ളതൊന്നും വേണ്ട, അഥവാ ദൈവം സ്ഥാപിച്ചിട്ടുള്ളതൊന്നും വേണ്ട. അതെല്ലാം മാറി എന്ന് പറഞ്ഞാൽ സംസ്കാരവും മനുഷ്യ സംസ്കാരത്തിലും മനുഷ്യൻ കെട്ടിപ്പടുത്തിയിരിക്കുന്ന സംസ്കാരങ്ങളുണ്ട്, ചില സൊസൈറ്റി ലൈഫുണ്ട്. നമുക്കറിയാം ഓരോ രാഷ്ട്രത്തിനും ഓരോ സമൂഹത്തിനും അതിൻ്റെതായിട്ടുള്ള സൊസൈറ്റി ഉണ്ട്. അതെല്ലാം ഇല്ലാതായി തീരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ന്യൂ ജനറേഷൻ വരുമ്പോൾ എല്ലാറ്റിലും മാറ്റമുണ്ടാകും. ഇതിൻ്റെ ആരംഭമാണ് കാണുന്നത്. അവർ പറയും ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക്, നോ റിലീജിയസ്, നോ ഫാമിലി, എല്ലാം നോ ആയിരിക്കും. അതിനെയാണ് എതിർ ക്രിസ്തു എന്ന്, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഏസ് എന്ന് പറയുകയാണ്. അത് കർത്താവേ നമുക്കിതൊക്കെ ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, നമുക്ക് കുടുംബം ആവശ്യമാണ്, ബന്ധങ്ങൾ ആവശ്യമാണ്, സ്നേഹം ആവശ്യമാണ്, സമാധാനം ആവശ്യമാണ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഒരു ജനറേഷൻ വരാൻ പോകുന്നു, നോ, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് പുതിയത് മതി. എന്താണ് പുതിയത്? അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള പൈശാചികമായിരിക്കുന്ന മ്ലേച്ഛതയുള്ള നെറികെട്ട, ഒരിക്കലും ബോധമില്ലാത്ത, സുബോധമില്ലാത്ത, അബോധമുള്ള ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുന്നു. അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് ന്യൂ ജനറേഷൻസ് അഥവാ പുതിയ സംസ്കാരം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഇതിനൊക്കെ ചിന്താഗതി വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നത് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് എന്നേക്കുമുള്ളതാണ്. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് സകലം നടക്കുന്നത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഗ്രാജുവലി ഉണ്ടാകുന്നത് ക്രിസ്ത്യാനിത്വം നഷ്ടപ്പെട്ടു പോകും, അത് ഇല്ലാതായിത്തീരും. അവസാനം വരുമ്പോൾ വിശ്വാസികളെ കണ്ടെത്താൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ലെന്നാൽ ഇത് പെട്ടെന്നല്ല സംഭവിക്കുന്നത്. അത് 60 ശതമാനത്തിലേക്ക് വരുമ്പോൾ അന്നും മഴയുടെ ആത്മമഴയുടെ തണുപ്പ്, അതിൻ്റെ നനവേറ്റവരുണ്ടായിരിക്കും. അത് കുറഞ്ഞ് അതിനും അന്നും ഉണ്ടല്ലോ, രക്തസാക്ഷികളാകുന്നവർ വരെയുണ്ട്. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലും പിടിച്ചു നിൽക്കുന്നവരുണ്ട്. എന്നാൽ തുലവും അത് വലിയൊരു ആൾക്കാർ, ഇസ്രായേലിൽ നിന്ന് വളരെ ചുരുക്കം ആൾക്കാരും ലോകത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി അവർ നിൽക്കുന്നവരെ കൊന്നുകളഞ്ഞിട്ട് മനസ്സിലാക്കണം, ഒന്ന് വിശ്വാസത്തിൽ നിന്ന് ത്യജിച്ച് കളയുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് എതിർ ക്രിസ്തു ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കാര്യം, ഒന്ന് ന്യൂ ജനറേഷൻസിനുള്ള ബന്ധത്തിൽ വിശ്വാസം ത്യജിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി വരും. രണ്ട്, അന്ന് വിശ്വാസം വേണ്ടി നിൽക്കുന്ന ദൈവസഭയുടെ ശേഷിപ്പിലുള്ളവരുണ്ട്, അവരെ കൊന്നുകളയും. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇത് രണ്ടും സംഭവിക്കുമ്പോൾ, ഒന്ന് ഒരു മാറ്റത്തിലൂടെ ദൈവം വേണ്ട, ഞങ്ങൾക്ക് പുതിയൊരു സിസ്റ്റം മതി എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടര് അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയും, മറ്റൊരു കൂട്ടർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശേഷമായി ശേഷിപ്പുണ്ടായിരിക്കും. ഇന്ന് ഈ വചന പഠനവും ആത്മീയ ആരാധനയും കൂട്ടായ്മയൊക്കെ ഉള്ളവരൊക്കെ ഇത് ഇവിടുന്ന് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നാളെ മുഴുവൻ അസ്തമിച്ചിരുളായിട്ട് സാത്താൻ്റെ പിന്നാലെ പോകുന്നവരല്ല, ഒരു ശേഷിപ്പിലുള്ളവരാ. അത് വലിയൊരു സമൂഹം ഇവിടെ കാണും, ഞാനിന്ന് രാത്രിയിലും പറയുന്നത്, നിങ്ങൾ പറയും എങ്ങനെ വിശ്വാസം മനുഷ്യത്വം വരുമ്പോൾ ഇതൊക്കെ ഇത്രയും പഠിപ്പിച്ചിട്ട് മനുഷ്യത്വം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തൽ പറയുന്നത് എങ്ങനെയാണ്? ഒരുപാട് പേര്, അനേകർ, എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരം രക്തസാക്ഷികളാകുന്നൊക്കെ പഠിപ്പിച്ചില്ലേ?
അപ്പം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കാര്യമാണ് നടക്കുന്നത്. ഒന്ന്, ഒരു പുതിയ തലമുറ ദൈവത്തിൽ നിന്ന് നിഷേധികളായിട്ട് മാറുമ്പോൾ ഇന്ന് ദൈവസഭയുടെ ഉപദേശങ്ങൾ കേൾക്കുകയും യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും അഥവാ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ അറിയപ്പെട്ടവരായിട്ടുള്ളവർ ഇവിടെ ശേഷിച്ചിരിക്കുന്നവർ തികവ് പ്രാപിക്കാത്തവരാ. അവർ ആ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന സാധാരണ 3 വർഷത്തിൽ പ്രത്യേക അധികാരമുള്ളവരായിരിക്കും. അന്ന് അവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിനുശേഷമായി 3 വർഷത്തെ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിലാണ് ദൈവം അവരെ മരിക്കാൻ അല്ലെങ്കിൽ അവരെ തലയറക്കപ്പെടുവാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട അനേകര് എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ ഭൂമിയിലെ ജനസംഖ്യയിൽ ന്യൂ ജനറേഷനുള്ള ബന്ധത്തിൽ സാത്താനെ ആരാധിക്കുന്ന അവനെ പിൻപറ്റുന്ന ഒരു തലമുറയും എന്നാൽ അതിന് വിരുദ്ധമായി നിൽക്കുന്നവരെ മുഴുവൻ കൊന്നുകളയുന്ന അനുഭവം വരുമ്പോഴത്തേക്ക് കർത്താവ് രണ്ടാമത്തെ വരവാകുമ്പോൾ ആര് കാണത്തില്ല? വിശ്വാസികളെന്ന് പറയുന്നവർ തുലവും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനൊരു സമയമുണ്ടായി വരുന്ന സമയത്തിന് മുമ്പായിട്ടാണ് കർത്താവ് നാളുകളെ ചുരുക്കി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അതിനെയാണ് നമ്മളതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഞാനൊന്ന് രത്നച്ചുരുക്കമായിട്ട് പറഞ്ഞതാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. തുടർന്ന് പറഞ്ഞെങ്കിൽ വസ്ത്രം അലക്കുക. അന്നേരം അന്ന് വസ്ത്രം അലക്കി കാത്തോണ ജീവിതത്തെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുകയാണ്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. അതൊക്കെയാണ് പുറത്ത് എന്നുള്ളത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഈ പറയുന്ന കൂട്ടരെല്ലാവരും വെളിയിലായിരിക്കും എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളുടെ ബന്ധത്തിൽ പറയുമ്പോൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ 21-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ പ്രവചനത്തെ നമ്മൾ കണ്ടിരുന്നു. അവിടെ നമ്മൾ 8 കൂട്ടരെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ആ 8 കൂട്ടരിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 കൂട്ടരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. 5 കൂട്ടരെ പറഞ്ഞിരിക്കുന്നത്. നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ബോഷ്കിൽ പ്രിയപ്പെടി അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ. അപ്പോൾ ഈ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ എന്ന 3 കൂട്ടരെയാണ് ഒരുമിച്ച് നായ്ക്കൾ എന്നുള്ള ഒറ്റ വാക്കിൽ ഈ പറയുന്ന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ഇപ്പം ഇവിടെ 8 കൂട്ടർ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് നായ്ക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 8 കൂട്ടരെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിവിടെ വരുമ്പോൾ 5ആയി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ള സംശയം വരണ്ട. 21-ാം അധ്യായം അതിന് 8-ാം വാക്യത്തിൽ പറയുന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധി എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലെത്ര. അത് 2ാമത്തെ മരണം. രണ്ടാമത്തെ മരണത്തിൽ തള്ളപ്പെടുന്നവരെ കുറിച്ച് 8 കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ 3 കൂട്ടരെ, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ എന്ന 3 കാറ്റഗറിയെ ഒരുമിച്ച് ഒറ്റ വാക്യത്തിൽ നായ്ക്കൾ എന്നാക്കി. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വന്തം ശക്തിക്ക് തിരിയുന്ന നായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൽ വന്നിട്ടും പന്നിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കുളിപ്പിച്ചിട്ട് വീണ്ടും ചെളി കിടന്നു കൊള്ളുന്നതാണ്. നായ്ക്കളും അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നായ്ക്കൾ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ വന്നിട്ടും സ്വന്തം ശക്തിയിലേക്ക് തിരിയുന്ന നായ്ക്കൾ. അപ്പോൾ അവരെ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവെന്ന ഒരു കാറ്റഗറിയിലാണ് നായ്ക്കൾ എന്ന പദത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നായ്ക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ ഭീരുക്കളാണ്. ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മരണഭീതി മാറിപ്പോവുകയുള്ളൂ. എന്നാൽ മനുഷ്യനെയുള്ള ഭയവും മറ്റു പല കാര്യങ്ങളും വചനം കേട്ടിട്ട് വിശ്വാസത്തിലേക്കൊക്കെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്മാറിപ്പോകും എന്ന് പറഞ്ഞാൽ സ്വന്തം ശബ്ദിക്ക് തിരിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് നായ്ക്കളായിട്ടല്ല കണ്ടിരിക്കുന്നത്. നാം വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. വിശുദ്ധമായത് പന്നിയുടെ മുമ്പിൽ ഇടാനും പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ചിന്തിക്കളയും. നമ്മളിപ്പം നല്ല കാര്യങ്ങളൊന്നും എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ പറ്റത്തില്ല, പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതിനെ അവർക്കതൊന്നും വിഷയമേ അല്ല. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ ദൈവത്തിൽ നല്ല ആധികാരിക പഠനമൊക്കെ പഠിപ്പിച്ചുണ്ടല്ലോ, അവസാനം വരുമ്പോഴത്തേന് അവർക്കതൊന്നും വിഷയമില്ല. അവർക്ക് അവിടുത്തെ കല്യാണം നടത്തുന്ന കാര്യവും സ്വത പരിപാടികളും പണപ്പിരിവൊക്കെയാണ് ചിന്തിക്കുന്നത്. പല മീറ്റിങ്ങുകളും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ശക്തമായ മീറ്റിംഗ് കഴിഞ്ഞ്
ആശീർവാദമൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ എഴുന്നേറ്റിട്ട് പിന്നെ എന്തെല്ലാം ലോകകാര്യങ്ങളാണ് പറയുന്നറിയോ. പിന്നെ അതിനൊക്കെ ഭയങ്കര സമയം ഈ കേട്ട മുഴുവൻ ഇല്ലാതാക്കി കളയും. ഇതൊന്നും വലിയ പ്രാധാന്യത കൊടുക്കാറേയില്ല. അപ്പോൾ ദൈവവചനത്തിൻ്റെ സത്യത്തെ മുറുകെ പിടിക്കുന്നവർ ആയിരിക്കണം നമ്മളെപ്പോഴും. കേൾക്കുന്ന വചനം കേൾക്കുന്നത് അതായിരിക്കണം. ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ പാടില്ല. അപ്പം ഈ നായ്ക്കൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പീരുക്കളുള്ള ബന്ധത്തെ പറയുമ്പോൾ അവർ മരണഭയം വിശ്വാസത്തെ ഇല്ലാത്തതുകൊണ്ട്, വിശ്വാസമില്ലാത്തതുകൊണ്ട് ഭയമുള്ളവരായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ മരണഭയം മാറിയിട്ടില്ല. അവർ പീരുക്കളായിരിക്കും. പക്ഷെ ലോകത്തിൽ അവർ ഭയങ്കര ധൈര്യശാലികളായിരിക്കും, അവർ ഭയങ്കര ധൈര്യമുള്ളവരായിരിക്കും, ഭയങ്കര മിടുക്കന്മാരാണെന്ന് കാണിക്കുന്നവരായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭീരുത്വം, ഭയമുണ്ടാകും. ജീവനെക്കുറിച്ചുള്ള ഭയം എപ്പോഴും അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് മരവിച്ച് കിടക്കുന്നതായിരിക്കും. ഞാൻ അതിലേക്ക് പറയുന്ന ഭീരുത്വം എന്ന് പറഞ്ഞാൽ, ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ വചനം കേട്ടിട്ട് വിശ്വാസം വന്നിട്ട് പിന്നെ ഭയപ്പെട്ടിട്ട് തിരിച്ചു പോകുന്നവരാണ് ഭീരുക്കളായിട്ടുള്ളവർ. അവരിൽ മരണത്തിൻ്റെ ഭീതി ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഭീരുത്വത്തെ കാണിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവിശ്വാസികളെ കുറിച്ച്. അവിശ്വാസികളെ കുറിച്ച് നമുക്കറിയാം. അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസം വന്നിട്ട് വിശ്വാസം ത്യജിച്ചു പോകുന്നവരാണ് അവിശ്വാസികൾ. അവരും ഇതുപോലെയാണ്. കേട്ടവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് മറ്റുള്ളവരുടെ നടപ്പ് കണ്ടു കഴിയുമ്പോഴത്തേന് നടപ്പിൽ മടുപ്പ് തോന്നും. വിശ്വാസത്യാഗമുള്ളവന് നടപ്പിൽ മടുപ്പ് തോന്നുന്നവിടേക്കുന്നു എന്ന് പറഞ്ഞാൽ നടപ്പിൽ മടുപ്പ് തോന്നും. ഇതൊക്കെ ഇറങ്ങിത്തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ, ഇവിടെ വന്നിട്ട് കണ്ടു കഴിയുമ്പം അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ താരതമ്യം ചെയ്യും. സാധാരണ പറയും, നീ അവിടെ ആയിരുന്നപ്പോൾ എത്ര നല്ലതായിരുന്നല്ലോ, എത്ര കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നും ഈ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ. അതുകൊണ്ട് പഴയതല്ലേ നല്ലത്. വിട്ടുപോകുന്നതിനെ ഓർപ്പിപ്പിക്കും. അവരോ അധികമായതിനെ കാക്ഷിക്കുകയാണ് ചെയ്തത്. വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. വിട്ടുപോകുന്നതിനെ ഓർത്തു കഴിഞ്ഞാൽ പണ്ട് മിസ്രൈമിൽ നിന്ന് വിട്ടുപോകുന്നവർ അവർ വന്നു കഴിഞ്ഞപ്പോൾ മരുഭൂമി വന്നപ്പം വെള്ളം കിട്ടിയില്ല, ആഹാരം കിട്ടാൻ വന്നപ്പോഴത്തേന് പഴയതല്ല ഓർത്തുകൊണ്ട് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള അവിശ്വാസം വരും. ഇവിടെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല. സഭയ്ക്കകത്ത് വരുമ്പം നിങ്ങളെ ആദ്യം എല്ലാവരും റിസീവ് ചെയ്യുന്ന പോലെ എന്നും റിസീവ് ചെയ്യണമെന്നില്ല. അതിൻ്റെ അകത്തും നമുക്ക് റിജക്ഷൻ വരും, തള്ളപ്പെടും. നാം ഉദ്ദേശിക്കുന്നുള്ള സ്വീകരണം എല്ലാത്തിനും കിട്ടത്തില്ല, എല്ലാവരും കിട്ടത്തില്ല. ഇത് ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്ത് നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന് വലിയ ബഹുമാനവും ഒക്കെ കിട്ടിയ ആൾക്കാരായിരിക്കാം. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് റിജക്ഷൻ കിട്ടും, തള്ളപ്പെടും. അപ്പം ആ സമയത്ത് ചിന്തിക്കരുത് പഴയതാണല്ലോ നല്ലത്, ഇതിനേക്കാൾ നല്ലത് അതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. പക്ഷേ ഞാൻ പറഞ്ഞത്, ദൈവസഭയ്ക്കകത്ത് ഇടർച്ചകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സ്നേഹമില്ലായ്മയുണ്ട്. ഇതെല്ലാം മനുഷ്യരിലാകും നമ്മളിലുമുണ്ട്, എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. നാം എല്ലാവരും തികഞ്ഞവരായിട്ടാണോ സഭയിൽ ഇടപെടുന്നത്? നിങ്ങളുടെ ഇടയിൽ പുതുതായിട്ടൊരു വിശ്വാസി വന്നാൽ അവരോട് വാക്കുകളിൽ സംസാരിക്കുമോ, കൈകൊടുത്ത് സംസാരിക്കുമോ? സമയമില്ലല്ലോ നമുക്ക്. നമ്മൾ വെച്ചു പിടിപ്പിക്കത്തില്ലേ, നമ്മൾ പോകുമല്ലോ. എന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും അവർക്കാർക്ക് സ്നേഹമില്ലെന്ന് പറയും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാനത് ചെയ്യുന്നുണ്ടോ, കരുതുന്നുണ്ടോ? ഒരാളുടെ വിഷയം പറഞ്ഞിട്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എനിക്കതൊന്ന് ചോദിക്കാൻ പറ്റിയോ? എങ്ങനെയുണ്ട്, നിന്റെ അസുഖം മാറിയോ? ഒരാൾ ഒരു ദിവസം സാക്ഷ്യം പറഞ്ഞു, രോഗമായിരുന്നു, ഭാരമായിരുന്നു, കുഞ്ഞിന് ജോലിയില്ലായിരുന്നു പറഞ്ഞു. അടുത്ത ആഴ്ചയിൽ കാണുമ്പോൾ അവരെ ഒന്ന് കൈപിടിച്ച് ചോദിച്ചിട്ട്, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ സാക്ഷ്യത്തിന് മറുപടി കിട്ടിയോ, എങ്ങനെയുണ്ട് നിങ്ങളുടെ അസുഖം, മോൾക്ക് ജോലി കിട്ടിയോ, മോന് ജോലി കിട്ടിയോ? ഞാൻ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ അർത്ഥം കിട്ടിയിട്ടില്ലെന്നാ. അല്ലെങ്കിൽ സാക്ഷ്യം പറയും, കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, കിട്ടിയെന്ന് പറയും. അപ്പോൾ അവർക്ക് അത് കിട്ടിയിട്ടില്ല, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദര സഹോദരി എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യാത്തവരാണ് സഭയെ കുറ്റം പറയുന്നവരും, അല്ലേ? നമ്മളത് ചെയ്യുന്നില്ല, എന്നിട്ട് നമ്മൾ പറയും സഭയ്ക്ക് അത് സ്നേഹമില്ലെന്ന് പറയും. ഇതിനകത്ത് മറ്റാരെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു പ്രതീക്ഷിക്കുകയും വേണ്ട. ഞാനത് ചെയ്യുന്നില്ല, ഞാനെങ്ങനെ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ചെയ്യുന്നുണ്ടോ? അവർ അവർക്ക് സ്നേഹമില്ല കേട്ടോ, എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് വിളിച്ചു പോലും ചോദിച്ചില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. നമുക്ക് വേദന ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, ഇല്ലേ? ആരും കേൾക്ക ചോദിക്കൊന്നും വേണ്ട, എല്ലാവരും കേൾക്കൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കുകയും വേണ്ട. ഒരുപക്ഷെ അവിടെ പ്രശ്നങ്ങൾ നിറഞ്ഞ വിഷയമാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച്, അല്ലെങ്കിൽ സഹോദരൻ എങ്ങനെയുണ്ട്, സന്തോഷമാണോ? ഞാൻ പറഞ്ഞല്ലോ, കൂട്ടായ്മകളും വാട്സാപ്പ് കൂട്ടുകളും കൂട്ടായ്മയൊക്കെ ഒരുപാടുണ്ടല്ലോ. നല്ലതിന് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്? അല്ല, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് കാട്ടുതീ പോലെ പരത്തുമല്ലോ. പാസ്റ്റർ പറഞ്ഞ വാക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു കുത്തുന്നത് വേഗത്തിൽ പരക്കുമല്ലോ, എല്ലായിടത്തും പരക്കുമല്ലോ. പക്ഷേ ഒരാൾക്കൊരു രോഗമുണ്ട്, ഒരു ഭാരമുണ്ട്, വേദനയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേർ ആത്മാർത്ഥമായ വിഷയം ഏറ്റെടുക്കും? നമ്മൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നമ്മളും പ്രതീക്ഷിക്കരുത്.
ഒരാളും പ്രതീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ കൂട്ടായ്മ നല്ലതായിരുന്നു, ഇവിടുത്തെ കൂട്ടായ്മ നല്ലതായിരുന്നു ഒക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുവോ, എനിക്ക് ആ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടോ, എനിക്ക് മറ്റൊരാളെ കരുതാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാരമായിത്തീരണം. അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബം എന്ന ചിന്താഗതി ആണെങ്കിൽ, അങ്ങനെ എല്ലാവരും ആണെങ്കിൽ സാത്തന്മാരുടെ കൂട്ടായ്മയായി മാറി. ആ കൂട്ടായ്മയ്ക്കകത്ത് നമുക്ക് സ്നേഹം പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. അതല്ല ഇന്നത്തെ കുടിവെള്ള തീരുന്നത്. സാർത്ഥത നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനോ അവരെ നോക്കാൻ ആരോടും പറഞ്ഞില്ലെങ്കിൽ പോലും, ഒരു വിഷയം കേൾക്കുമ്പോൾ ആരോടും പറയണ്ട, നിങ്ങളവരെ വിളിക്കണ്ട. ഹൃദയങ്ങളെ കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, കഴിഞ്ഞ ദിവസം ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ, അവരത് പറഞ്ഞപ്പോൾ, പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോൾ, ദൈവമേ, ആ വിഷയത്തിന് വേണ്ടി ഞാൻ ഇടിവിന്ന് പ്രാർത്ഥിക്കുന്നു, ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു, വിടുതൽ കൊടുക്കണമേ എന്ന് രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അവരോട് പോലും പറയണ്ട ഞാൻ പ്രാർത്ഥിച്ചിരുന്നെന്ന്. ദൈവം അത് കാണും. ദൈവം അത് കാണും. കാണേണ്ടവർ കാണും. ദർശനങ്ങൾ കൊടുക്കും. അവർക്ക് മനസ്സിലാകും, ഇനിയാളോട് പറഞ്ഞാൽ ആ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി ഇടിവ് നിൽക്കും. ഒരാരും പുറമെ അറിയപ്പെടുന്നവരായിരിക്കത്തില്ല, ഒരാരും പുറമെ കാണപ്പെടുന്നവരായിരിക്കത്തില്ല. എന്നാൽ അവരെക്കുറിച്ചുള്ള ദർശനം കിട്ടും. ഇനിയാളോട് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും. ഇനിയാൾ എനിക്ക് വേണ്ടി ഇടിവ് നിൽക്കും എന്നുള്ള മനോഭാവമുള്ളവനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. രാത്രിയിൽ ദൈവസഭകളിലെ എൻ്റെ രീതി ഞാൻ ശോധന ചെയ്യണം. എല്ലാവരും കൂട്ടായ്മകളെ കുറിച്ച് കുറവ് പറയും, കുറ്റങ്ങൾ പറയും. അവരങ്ങനെയല്ല, ഇവരിങ്ങനെയില്ല എന്ന് പറയും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ആദ്യം നിന്റെ കണ്ണിലെ കോലെടുക്ക്, അതിനുശേഷം മറ്റവൻ്റെ കണ്ണിലെ കരട് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കോലുകളുണ്ട്. ഞാൻ സമ്മതിക്കുക, എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ സമ്മതിക്കുകയാണെന്ന് ഈ വെളിപ്പാടോസ പഠനത്തിൻ്റെ അവസാനത്തേക്ക് ഞാൻ സമ്മതിക്കുകയാണ്. അതെ, നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നവരാണ് മറ്റൊരു നിന്ന്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ കൊടുക്കാത്തവരാണ്. അതിൽ സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി കരുതാത്തവരായിട്ട് തീരരുത്. അതുകൊണ്ട് ദിവസങ്ങളിൽ ഒരാളുടെ വേദന, ഒരാളുടെ ഭാരം, ഒരാളുടെ ദുഃഖം അവർ പറയുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത്, നീ അതിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് പറയുന്നത്. നമുക്ക് ദിവസങ്ങളിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇനി ആരോടും പറയാതെ രഹസ്യമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ കണ്ടുമുട്ടുന്ന, ലോകത്തിൽ കണ്ടുമുട്ടുന്ന ഏത് വ്യക്തിയുമാകട്ടെ, അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകണം. ഒരാൾ നിലവിളിക്കുന്ന കാണുമ്പോൾ, തകർന്ന് കാണുമ്പോൾ, ഭാരപ്പെടുന്ന കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ ഒന്നും അധികം പറയാൻ പോകണ്ട. ആ കുടുംബത്തിന് വേണ്ടി ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കണം. കടഭാരമുള്ള ജപ്തിയുള്ളവരുടെ വിഷയങ്ങൾ പേപ്പറുകളിൽ വരുമ്പോൾ, പരസ്യപ്പെടുമ്പോൾ, അത് നോക്കിയിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, കടപ്പാട് നഷ്ടപ്പെടുവാൻ ഇടയാകാതെ കരുണ തോന്നണമേ എന്ന് പറയണം. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറണം. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലത വരണം. ഒരാളുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ അതിനെ നാം, പ്രിയപ്പെട്ടവരെ, അതിനോട് നമുക്കൊരു സെക്കൻഡെങ്കിലും പ്രതികരിക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരെ തീരുവാൻ കഴിയും. ദൈവം നമുക്ക് തരുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. അത് നാം അനുഭവിക്കുമ്പോൾ, സ്വസ്ഥത അനുഭവിക്കുമ്പോൾ, തിരിച്ച് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യാനാണ്. ഇതാണ് വെളിപ്പാട് പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ. അല്ലാതെ ഇത്രയും എല്ലാ പുസ്തകങ്ങളും പഠിച്ച് വായിച്ച് പഠിച്ച് നമ്മൾ ഭയങ്കര ഒന്നും അല്ല. നമ്മളെന്തോ സംഭവമായിട്ടൊന്നും ആയിട്ടില്ല. വിനയാധീനായി തീരണം. അതേക്കുറിച്ചാണ് ഇവിടെ ഈ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 22-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളെ മനസ്സിലായല്ലോ. ഇപ്പോൾ അദ്ദേഹം ഇത്രയും പറഞ്ഞാൽ ബാക്കിയുള്ള ഞാൻ അതിന് പറഞ്ഞുകൊണ്ടതിലേക്ക് പോകുന്നില്ല. ഈ അപ്പോസ്തലനായ യോഹന്നാൻ ഇതെല്ലാം കണ്ടിട്ട് അവൻ ദൈവസന്നിധിയിൽ അത് കണ്ടു കഴിയുമ്പോൾ അവൻ വിനയാധീനായി താഴ്മയുള്ളവനായി വീണ് ദൂതനെ നമസ്കരിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ 22-ാം അധ്യായം 9-ാം വാക്യം. അവിടെ മാത്രമല്ല, 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ചും സേനാ ദിവസം, കല്യാണ ദിവസം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ കണ്ടിട്ട് അവൻ വിനയാധീനായി കാണിച്ചു കൊടുത്തു ദൂതൻ്റെ കാൽക്കൽ അവൻ വീണു. അവൾ പറഞ്ഞ്, എഴുന്നേക്ക്, ഞാൻ നിന്റെ സഹപ്രത്തിന ദൈവത്തെ നമസ്കരിക്കുന്നത്. നന്നായി പഠിച്ചപ്പോൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, സ്വർഗീയ സിംഹാസനവും രാജാതിരാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും മണവാട്ടിയും ഒക്കെ കണ്ടപ്പോൾ
ആ അവസാന ആ ദിവസം യേശു രാജ്യത്വം പ്രാപിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുത്ത് അവൻ്റെ കാൽക്കൽ വീണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ അന്ന് എഴുന്നേൽപ്പിച്ച് 22-ാം അധ്യായത്തിൽ വീണ്ടും ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അവൻ ദൂതന്റെ മുമ്പിൽ വീണ് കിടക്കുക. 22-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം കാണിച്ചെന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു. അതിന്റെ 10-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് അവൻ വീണതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വചനം കേൾക്കും തോറും ദർശനം കിട്ടും തോറും കാൽക്കൽ വീഴും, കാണിച്ചു കൊടുത്തവന്റെ കാൽക്കൽ വീഴും. അതാണ് പഠനത്തിന്റെ പ്രത്യേകത. അതാണ് നമ്മുടെ അഹങ്കാരം മാറുന്നത്. നമ്മുടെ അകന്ത മാറിപ്പോകും, ഞാനെന്നുള്ള ഭാവം മാറിപ്പോകും. ഒന്നുമില്ല എന്ന് വിനയപ്പെടുവാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുവാനും കഴിയും. നാം മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നതിനേക്കാൾ നാം നമ്മെ തന്നെ നന്നാക്കുക. ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ ക്ലാസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഞാൻ ജീവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരെക്കാൾ കൂടുതലായി ശിക്ഷയ്ക്ക് കാരണമെത്തിരുന്ന ഞാനായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാവോളം നവീനയാതനായ ദൈവസ്ഥനിൽ വീണ് കിടക്കണം. കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണിച്ചു കൊടുത്ത ആ ദൂതന്റെ മുമ്പാകെ എനിക്കതെല്ലാം കാണിച്ചു കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഈ ലോകത്തുള്ള എല്ലാവരെക്കാൾ വലിയവനാണ്, എനിക്ക് ദർശനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ അവിടെ അഹങ്കരിക്കുകയല്ല ചെയ്ത് വീണ് കിടന്നു. എഴുന്നേൽപ്പിച്ചു പറഞ്ഞുകൊണ്ട്, ഞാൻ നിന്റെ സഹപ്രവർത്തനാകട്ടോ, നീ വലിയ സ്ഥാനം അലങ്കരിക്കാനുള്ളവനാ, ആ സിംഹാസനത്തിരിക്കാനുള്ളവനാ, അവന്റെ മണവാട്ടിയാകാനുള്ളതാ. എനിക്കതിനുള്ള സ്ഥാനമില്ല, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാ. എന്നാൽ നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കാനുള്ളവനാ. നിന്റെ സഹോദരന്മാർ, പ്രവാചകന്മാരുടെ അതേ ആത്മാവുള്ളത്, ഞാൻ ഭാവി ലോകത്തെക്കുറിച്ചും അറിയാവുന്ന നിന്റെ സഹോദരൻ, നിന്നെപ്പോലുള്ള സഹോദരന്മാരുണ്ടല്ലോ, പുത്രത്വം പ്രാപിക്കുന്നവർ, അവരുടെ മുമ്പിൽ ഞാനൊന്നുമല്ല, ഞാൻ യേശുവിനെ അയച്ചത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അയച്ചതാ, തന്റെ ദൂതനെ അയച്ചതാ. ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയുള്ള ഒരു ദൂതനെ അയച്ചപ്പോൾ അതിശേഷമുള്ള ദൂതൻ പറയുക, ഞാൻ നിന്റെ മുമ്പിൽ ഒന്നുമില്ല യോഹന്നാനേ, നീ ഇന്ന് മണ്ണിലുള്ളവനാ, മണ്ണുകൊണ്ടുള്ളവനാ, പക്ഷേ എനിക്കറിയാം നീ ആരായിത്തീരാനുള്ളവനാണെന്ന്. ഇന്ന് രാത്രി സ്വർഗദൂതന്മാർക്കറിയാം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം ആരാകുന്നു എന്നുള്ളത്. അവർക്കത് വെളിപ്പെടേണ്ട പോലെ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്കറിയാം ഒരു ദിവസം സ്വർഗത്തിൽ ഒരു വിവാഹം നടക്കും, ഒരു വേളി നടക്കും, ദൈവത്തോട് ചേരുന്ന ഒരു വലിയ ഒരു കൂട്ടം ഉണ്ട്, അതിനെ ദൈവം ഒരുക്കിയെടുക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് സ്വർഗത്തിലുണ്ട്, ദൂതന്മാർക്കുണ്ട്. അവർക്കറിയാം. അവർ നമ്മളെ നോക്കുന്നത് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, അവിടേക്ക് സ്വർഗീയ ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന 2-3 പേർ ആരാധിക്കുന്ന ദൈവസ്ഥലത്തേക്ക് ഒരുപക്ഷെ കൂടി വരുന്നവർക്ക് അതിന്റെ വില അറിയത്തില്ലായിരിക്കാം. എന്നാൽ ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വരുമ്പോൾ അവിടേക്ക് ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നവർ ഇത്രമാത്രം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി ചെല്ലുവാൻ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നോക്കിക്കൊണ്ട് ഒരു കുനിഞ്ഞു നോക്കുകയാ, സൂക്ഷിച്ചു നോക്കുകയാ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വരുന്നത് കാണുമ്പോൾ സ്വർഗദൂതന്മാർക്ക് അതിശയമാണ്. അവർ കുനിഞ്ഞു നോക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മെ ഈ ലോകത്തുള്ള ആർക്കും അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നിങ്ങളുള്ള വില എന്താണെന്ന് അറിയത്തില്ല. ക്രിസ്തുവിലുള്ള സ്വർഗീയ വിളിയുടെ വിലയും ആഴവും വ്യാപ്തിയും ആർക്കും അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നമുക്കറിയണം നമ്മൾ ആരാകാനുള്ളവരാണെന്ന്. അത് നാം തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ ഉയർത്തിയ സാത്താൻ താഴ്ത്തപ്പെട്ട് നിത്യനരകാഗ്നിയിലേക്ക് പോകുമ്പോൾ, തന്നെത്താൻ താഴ്ത്തി മനുഷ്യവേഷത്തിൽ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്ത് അനുസമുള്ളവനായി തീർന്ന ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തുവാൻ കഴിഞ്ഞാൽ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. അതുകൊണ്ട് അവന്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിക്കാം. യോഹന്നാൻ അങ്ങനെ വീണ് കിടന്നു, താണു കിടന്നു. അന്നേരം പറഞ്ഞു, നീ എഴുന്നേക്ക്, നിന്റെ പദവിയും നിനക്ക് ലഭിക്കാൻ പോകുന്നതൊക്കെ എന്താണ് എന്നുള്ളത് നീ കണ്ടിട്ടുണ്ടല്ലോ, മനസ്സിലാക്കിയല്ലോ. പക്ഷേങ്കിലും വചനത്തിന്റെ ആ കാമ്പ് അന്തസ്സത്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളിലുള്ള ഞാനെന്നുള്ള ഭാവമില്ലാതായിത്തീരും, ഞാനെന്നുള്ള അകന്തയില്ലാതായിത്തീരും. നമ്മളിൽ നിന്ന് മാറിപ്പോകേണ്ടതെല്ലാം മാറിപ്പോകുന്ന രാത്രിയിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുക. ഈ വചനത്തിന്റെ പഠനത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ എനിക്കിതുവരെയും 2026 പറയാൻ സാധിക്കുന്നത്, ഞാൻ ഇതുപോലെ ആകേണ്ടതുപോലെ ആയിട്ടില്ല.
ദൈവത്തിൻ്റെ വചനത്തെ വെളിപ്പാടുകളും കാഴ്ചപ്പാടുകളും വെളിപ്പാട് വസ്തു വ്യാഖ്യാനങ്ങളും ഒക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിലും എനിക്കിന്ന് വരെയും ആകേണ്ടതുപോലെ ആകുവാൻ കഴിഞ്ഞിട്ടില്ല. കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും മാത്രമേ എനിക്ക് കാണാനുള്ളൂ. എങ്കിലും എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അവൻ്റെ കൃപ, അവൻ്റെ കരുണയുടെ മറവിൽ മറഞ്ഞ് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെ ഇത് വേഗത്തിൽ ഞാൻ പോകട്ടെ. അപ്പോൾ ഇവിടെ യോഹന്നാൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വീണടക്കുക, ദൂതന്റെ മുമ്പിൽ വീണടക്കുക. അവനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, ഞാൻ നിന്റെ സഹവർത്തിനാകട്ടോ. നിങ്ങൾ ആരാകേണ്ടതാ? നിങ്ങൾ ദൈവത്തോട് ചേരേണ്ടവരാ, പദവി ലഭിക്കേണ്ടവരാ, ഉന്നതമായ സ്ഥാനം അലങ്കരിക്കേണ്ടവരാ. അവർക്കറിയാം. ഇന്ന് രാത്രിയിലും സ്വർഗത്തിലെ ദൂതന്മാർക്കറിയാം നമ്മൾ ആരാകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സംരക്ഷണം തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളവരാ നമ്മൾ കേട്ടോ. ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തിന്റെ സംരക്ഷണത്തിനായി, കരുതലിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അതിന്റെ 16-ാമത്തെ വാക്യത്തില് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഇത് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അറിയാവുന്നതിലേക്ക് ഞാൻ വേഗത്തിൽ പോകാതെ, കർത്താവായ യേശു ക്രിസ്തു തന്നെ സാക്ഷീകരിച്ചിരിക്കുന്നതാണ് എൻ്റെ 22-ാമത്തെ 16-ാമത്തെ വാക്യം. 22-16 യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. യേശു തന്നെ പറയുകയാണ്, യേശു എന്ന ഞാൻ. പുറപ്പാടുപുസ്തകത്തില് ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറയാണ് യേശു എന്ന ഞാൻ. അപ്പോൾ ഞാനാകുന്നുവെന്ന് പുറപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തിയില്ല. യഹോവയാം ദൈവം എന്ന രീതി വെളിപ്പെട്ടു. എന്നാൽ അതാരാകുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, യേശു എന്ന ഞാൻ. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ വെളിപ്പെട്ട ഞാനാകുന്നവൻ എന്നവൻ ആരാണ്? യേശു എന്ന കർത്താവ്. കർത്താവും രാജാതിരാജാവും സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തുവാണ്. അവനാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ആർക്ക് വേണ്ടിയാ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്? ഒന്നുകൂടി ആവർത്തിച്ച് ഉദ്ദേശം പറയുക. ആർക്കു വേണ്ടിയാണ് ഈ പുസ്തകം? ഇത് കമ്പോളത്തിൽ വിൽക്കപ്പെടാനുള്ളതല്ല. ഇത് ശാസ്ത്രലോകം ചിന്തിക്കാനുള്ളതല്ല. മനുഷ്യന്റെ ബുദ്ധി ഉള്ളവർ അവർക്ക് ചിന്തിക്കാൻ കൊടുത്തിരിക്കുന്നതല്ല. ഇത് ദൈവസഭകൾക്ക് തന്നിരിക്കുന്നതാണ് ഈ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇത് സാക്ഷിപ്പാൻ ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഇന്നുവരെയും വെളിപ്പാട് പുസ്തകം തിരിഞ്ഞു നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തെ, ആഗ്രഹത്തെയാണ് നിങ്ങൾ നിരാകരിച്ചു കളയുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കണമെന്നല്ല. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കണം, പഠിക്കണം, ഗ്രഹിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം. അതിൻ്റെ ആവർത്തിച്ചുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. എത്ര പ്രാവശ്യം കേട്ടാലും അതിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് സഭകൾക്ക് വേണ്ടി എഴുതിയതാണ്, മറ്റാർക്കും വേണ്ടി എഴുതിയതല്ല. അതുകൊണ്ട് യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോടിത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാണ്. യേശു ആരാണെന്ന് വെളിപ്പെടുത്തി. പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ, അത് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ യേശു വെളിപ്പെടുത്തി. കഥാപരം ഞാൻ സഭകൾക്ക് വേണ്ടിയാണത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആരാണ്? ഇപ്പൊ ക്രിസ്തു യേശുവിന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭയ്ക്ക് മേലാൽ സംഭവിക്കാനുള്ള സർവ്വകാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് വെളിപ്പാട്. പറഞ്ഞാൽ മേലാൽ സംഭവിപ്പാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സ്വർഗം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ദൈവമക്കൾക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ എത്രയോ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മേലധികാരികളൊക്കെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളോട് പറയത്തില്ല. നമുക്കറിയാം, ബാങ്ക് ലോക്കറൊക്കെ ലോക്ക് ചെയ്യുന്നത് 2-3 പേരുടെ പണ്ട് ലോക്ക് കീ ഉണ്ടായിരുന്നു. അത് ഇപ്പം ലോക്കിംഗ് പാസ്വേഡ് കാണും. കമ്പ്യൂട്ടറൊക്കെ പാസ്വേഡ് അടിച്ചാൽ ലോക്ക് ചെയ്യുന്നത്. ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കത്തില്ല, രഹസ്യമാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. രഹസ്യ കോഡുകൾ വെച്ച് രഹസ്യമായി വെച്ചിരിക്കുന്നത് ലോകത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം സ്ഥാനങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൂട്ടി വെച്ചിട്ടുണ്ട്. അത് അറിയത്തില്ല. അത് വന്നു കഴിയുമ്പോഴേ അറിയത്തില്ല അതൊക്കെ ആയിരുന്നുള്ളത്, അല്ലേ? നാളെ എന്തായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം എന്തായിരിക്കും, ഒരു യുദ്ധം തരുമ്പോൾ ഇന്ന് നടക്കുന്ന യുദ്ധം, ഇതൊക്കെ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ പ്ലാൻ ചെയ്ത വെളിപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അതിൽ സ്വർഗം പറയുക, ഞാൻ ചെയ്യാൻ പോകുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുക. കഥ പറഞ്ഞു,
എന്നെ സ്നേഹിക്കുന്നവനെ, യേശുവിനെ സ്നേഹിക്കുന്നവനെ അവൻ അവനെ തന്നെ വെളിപ്പെടുത്തും. ക്രിസ്തു അറിവിന്റെ നിറകുടമാണ്. നടക്കുന്ന എല്ലാം അവനെ കൂടിയേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവസഭകളെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചുകൊണ്ട് ദൈവം നമുക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുക. ഇനി ഇത് നമ്മൾ പഠിപ്പിച്ചാലും മറ്റുള്ളവർക്കത് മനസ്സിലാകത്തില്ല. അതിന് സീക്രട്ടുണ്ട്. അവരിത് വായിച്ചാൽ ഇതൊന്നും അത്രയും ഗ്രഹിച്ചു പോകത്തില്ല. ഇനി എങ്ങനെ എടുത്ത് പഠിച്ചാലും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക മനസ്സിലാകത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ തുറന്നെങ്കിൽ, ഹൃദയ കവാടങ്ങളെ തുറന്നെങ്കിലേ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ചിത്രം നമ്മുടെ ഹൃദയത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി. കാരണം സഭ ക്രിസ്തുവിനോട് ചേരാനുള്ളതാണ്. അതുകൊണ്ട് ചേരാനുള്ളവർക്ക് വേണ്ടി ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം ഇന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ച് മനസ്സിലാക്കി വെളിപ്പെടുത്തി തന്നിരിക്കുക. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ്, ആരായി തീരും, അവസാനം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുന്നത്. ഞാൻ വേഗത്തിൽ ചുരുക്കമായിട്ട് പറഞ്ഞു പോകുമ്പോൾ, നമ്മൾ ഇരുളടഞ്ഞ ഭാവിയുള്ളവരല്ല, നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണ്. ഒരുപക്ഷെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച മങ്ങും, നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതയെത്തീരും. ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ദീർഘദൃഷ്ടിയുള്ളവരാണ് ദൈവമക്കൾ. വരാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ദീർഘദൃഷ്ടി ലഭിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്നതായിരിക്കും, ഇന്ന സമയങ്ങളായിരിക്കും എന്നുള്ള കാഴ്ചപ്പാട് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. നാം ജീവനോടിരിക്കുന്നാൽ എന്തായിരിക്കും, കഥാലോചനകൾ സംഭവിക്കും, അതിനുശേഷം എന്തായിരിക്കും, എന്തൊക്കെ സംഭവിക്കും, എന്തായിരിക്കും എന്നുള്ളതിനെ ആണ് നമുക്കിത് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ, യേശു എന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷിയിരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദ് തെറ്റി എന്ന് പറഞ്ഞ ചിലരൊക്കെ ദാവീദിനെ പറയാറുണ്ട്. ദാവീദിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ളത് ചോദിക്കും. ഇതൊക്കെ എങ്ങനെ സങ്കീർത്തനം വായിക്കുമോ? സങ്കീർത്തനം എന്നും ദാവീദിന്റെ സങ്കീർത്തനം വായിക്കാനുള്ളത് ചോദിക്കും. എന്നാൽ അങ്ങനെയല്ല. ദൈവം ഒരുവനെ ചൂസ് ചെയ്താൽ, ഒരുവനെ എടുത്തു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെതാവൻ. ദൈവനെ അഭിഷേകത്തിനായി കണ്ടു. ആ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് അവൻ വിധേയപ്പെടുന്നവനാണെന്ന് കണ്ടു, ദൈവത്തിന് ബോധിച്ചവനായി കണ്ടു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ 3 പ്രധാനപ്പെട്ട സന്ദർഭങ്ങളുടെ ഓർമ്മ ശരിയാണെങ്കിൽ ദാവീദിനെ കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്തിട്ടുണ്ട്. അവന്റെ പേര് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പുതിയ നിയമം എഴുതിയപ്പോൾ തന്നെ അബ്രഹാമിന്റെ മകനായ ദാവീദിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകം എഴുതി അവസാനിക്കുമ്പോഴും ദാവീദിനെ ദൈവം മറന്നു കളഞ്ഞില്ല കേട്ടോ. ഒരുപക്ഷെ തെറ്റ് ചെയ്തെന്ന പേരിൽ ലോകക്കോടതി കുറ്റം വിധിക്കുന്നവരായിരിക്കും ദാവീദ്. ഞാൻ ദാവീദിനെ ന്യായീകരിക്കാനല്ല, ദാവീദ് തെറ്റ് ചെയ്തവനാ. അതിന്റെ പേരിൽ ഇവിടെ പലരും ദാവീദിനെ കുറ്റം വിധിക്കാറുണ്ട്. അവൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കും. ദൈവം അവന് വേണ്ട ശിക്ഷയും കൊടുത്തു. ദൈവം അവനെ സ്നേഹിച്ചു. ഞാൻ പറഞ്ഞത് പാപം ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വമായി പാപം ചെയ്താൽ ദൈവത്തിന് ശിക്ഷ ഏൽക്കേണ്ടി വരും. ഞാൻ ദാവീദിനെ ന്യായീകരിക്കില്ല. പക്ഷേ ദൈവം തിരഞ്ഞെടുത്താൽ ഒരു കാര്യം ഒഴികെ ദൈവം പറഞ്ഞു, എനിക്കിതിനെ ബോധിച്ചു. ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനൊത്തവണ്ണം ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു, പ്രവാചകനായിരുന്നു ദാവീദ്. അപ്പോൾ അവരെക്കുറിച്ച് പുതിയ നിയമം എഴുതിയപ്പോൾ പറഞ്ഞു, അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് പറഞ്ഞതിന് ശേഷമായി ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദാവീദിനെ കുറിച്ച് പറഞ്ഞത് 3-ാം അധ്യായം 7-ാം വാക്യം, ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് പറഞ്ഞു. 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ. 5-ാം അധ്യായം 5-ാം വാക്യത്തിലും ദാവീദിന്റെ പേര് ഉദ്ധരിച്ചു, യഹൂദയുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അവിടെ പറഞ്ഞു. പിന്നീട് 22-ാം അധ്യായത്തില് 16-ാം വാക്യത്തില് പറയുകയാണ്, ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകും. യേശുവിനെ വെളിപ്പെടുത്തുക. മനുഷ്യനായ ലോകത്തിൽ വന്ന യേശുവിനെ, ദൈവത്തിനായ ക്രിസ്തുവിനെ പിതാവിനോടുള്ള ബന്ധത്തിൽ നിത്യവചനമായി വെളിപ്പെടുത്തുമ്പോൾ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ വന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ അബ്രഹാമിനെ ദൈവത്തിന് മറന്നു കളയാൻ പറ്റത്തില്ല, ദാവീദിനെ ദൈവത്തിന് മറന്നു കളയാൻ പറ്റത്തില്ല. ദാവീദിന്റെ താക്കോൽ, അധികാരം, ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ രാജ്യത്വം. ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ശൗലാണ് ആദ്യത്വനെങ്കിൽ ദൈവനെ മാറ്റി. എന്നാൽ സ്വന്തം ജനമായിരിക്കും ഇസ്രായേലിന് വേണ്ടി ദൈവം കൊടുത്ത ആദ്യത്തെ രാജാവാണ് ദാവീദ്. എന്ന് പറഞ്ഞാൽ ദൈവലിഖിത പ്രകാരമുള്ള ഒരുവനായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് അവന്റെ പേര് രാജാക്കന്മാരുടെ ബന്ധത്തിൽ, അധികാരത്തിലുള്ള ബന്ധത്തിൽ ദാവീദിനെ പറയുന്നത് ദാവീദിന്റെ താക്കോൽ എന്ന് പറയുന്നത്. ദാവീദിന്റെ താക്കോൽ. എന്നാൽ പാതാളത്തിന്റെ മണ്ണിന്റെ താക്കോൽ എൻ്റെ കൈവശമുള്ള കഥ പറഞ്ഞു. ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് പറയുകയും അത് അധികാരത്തിലുള്ള ബന്ധത്തിൽ ഉള്ള രാജ്യഭരണത്തിലുള്ള ബന്ധത്തിലാണ് ദാവീദിന്റെ താക്കോൽ പറഞ്ഞിരിക്കുന്നത്. മണ്ണത്തിന്റെയും പാതാള താക്കോൽ എന്ന് പറഞ്ഞാൽ, മണ്ണത്തിലോ പാതാളത്തിലോ ആരെങ്കിലും പോകണമെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ആർക്കും പോകാൻ പറ്റുന്നതൊക്കെ ദൈവത്തിന്റെ അധീനതയിലാണ് അവർ. അതുകൊണ്ട് അവർക്ക് സകല ആത്മാക്കളും ദൈവത്തിലേക്ക് പോകുന്നു.
സ്വഭാവ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കളും ദൈവത്തെങ്കിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം സ്വർഗത്തിലേക്ക് പോകുന്നതല്ല. എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അധീനതയിലേക്കാണ് പോകുന്നത്. ദൈവം കൽപ്പിക്കുന്നിടത്തേക്കാണ് പോകുന്നത്. അവൻ ദൈവത്തിൻ്റെ അധികാരത്തിൽ ആണ് ഉള്ളത്. പാതാളത്തിൽ പോയാലും നരകത്തിൽ പോയാലും എവിടെ പോയാലും ദൈവത്തിന് അധീനത, ദൈവത്തിന് അധികാരത്തിലാണ് ഉള്ളത്. പറഞ്ഞു, പാതാളത്തിൽ ഞാൻ മരിച്ചവനായിരുന്നു, നല്ലതായി നന്നേക്കും ജീവിച്ചിരിക്കുന്ന പാതാളത്തിൻ്റെ മണത്താക്കുവിൻ്റെ പറഞ്ഞു, എന്നെ കൂടാതെ ഒരുത്തം പോലും ഒരിടത്തും പോകത്തില്ല. പാതാളത്തിലോട്ട് തള്ളി വിടണമെങ്കിലും നരകത്തിലേക്ക് വിടണമെങ്കിലും ദൈവമാണ് അവസാനമായി തീരുമാനമെടുക്കുന്നത്. മനുഷ്യന്റെ ആത്മാവ് എവിടേക്ക് പോകണമെന്നുള്ളത് ദൈവമാണ് തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ അതിനോട് ബന്ധത്തിൽ ദാവീദിന്റെ താക്കോൽ ഇവിടെ പറയുന്നത്, ദാവീദിന്റെ താക്കോൽ ഇവിടെ 5-ാം അധ്യായത്തിൽ വേണ്ടത് പുസ്തകം തുറക്കാൻ ആരുമില്ലാതെ യോഹന്നാൻ കരയുക. ഇപ്പം പറഞ്ഞു, ഒരുവൻ ഉണ്ട്, അത് മനുഷ്യരിൽ ആരുമില്ല, ദൂതന്മാരിൽ ആരുമില്ല, മറ്റാർക്കും കഴിയത്തില്ല, എന്നാൽ തുറക്കാൻ ദാവീദിന്റെ വംശമായവന്, ദാവീദിന്റെ വേരായവൻ, യഹൂദയുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അധികാരം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം തുറക്കുന്നവനുള്ള യേശുക്രിസ്തുവിനെ, മനുഷ്യപുത്രനായ ക്രിസ്തുയേശുവിനെ ദാവീദിനോട് ബന്ധത്തിൽ വെളിപ്പെടുത്താണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ പറഞ്ഞത്, ദാവീദിനെ പലർക്കും പല വിധത്തിൽ വെറുപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചിലർക്കൊക്കെ പലതിനെയും പുച്ഛമാണ്, പലതിനെയും നിസ്സാരമായിട്ട് കണക്കാക്കും. ദാവീദിനെ പുച്ഛമുള്ളവരുണ്ട്. പറഞ്ഞില്ലേ, അപ്പോൾ ഇന്ന് ദാവീദിന്റെ സങ്കീർത്തനം മാത്രമേ ഉള്ളൂ സഭയ്ക്ക് എടുക്കാനായിട്ട്. നിങ്ങൾ പുച്ഛിക്കൊന്നും വേണ്ട, ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു അവര്. നമ്മളൊക്കെ വെച്ചാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലേ, കുറവില്ല. ദൈവമല്ലേ ക്ഷമിച്ച, ദൈവമല്ലേ അതിനുള്ള ശിക്ഷ നമ്മളെ ശിക്ഷിക്കുമ്പോൾ ദൈവം ശിക്ഷിച്ച് നമ്മളെ നന്നാക്കിയെടുക്കും. ദൈവം ചെയ്തു. അപ്പൊ ഇവിടെ ദാവീദിനെ കുറിച്ച് പറഞ്ഞ 5-ാം അധ്യായം 5-ാം വാക്യം, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ഇവന്റെ വേര്, ഞാൻ പറഞ്ഞൊരു വേരാണ് ചുമക്കുന്നത്. നമ്മളെ ഫലപ്രദമായി വേരിന് ഒട്ടിച്ചേർത്തുന്നതാണ് റോമർക്കെതിരെ ലേഖനം. അത് ഞാൻ പഠിപ്പിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. നമ്മൾ ഒലിവ് മരത്തിന്റെ അവകാശരായി തീരുകയല്ല, ഒലിവ് കൊമ്പായി തീരുകയല്ല. അത് പഠിപ്പിച്ച് മനസ്സിലായി വിചാരിക്കുന്നു. റോമർക്കെതിരെ ലേഖനത്തോട് ബന്ധത്തിൽ അത് എടുത്ത് നമ്മൾ പഠിപ്പിച്ചിരുന്നു. പലരും പഠിപ്പിക്കുന്നത് ഒലിവ് മരത്തോട് ഒട്ടിച്ച് നല്ല കാട്ടൊലിവായ എണ്ണ എടുത്ത് നാട്ടൊലിവായതിനോട് ഒട്ടിച്ചേർത്ത് അതിന്റെ ഫലപ്രദം. അതല്ല, നമ്മളെ വേരിനോടൊട്ടിച്ചു ചേർത്തു അതിന്റെ ഫലപ്രദമായ. ഇപ്പൊ വേര് ഒലിവ് മരമാകുന്ന പഴയ നിയമശ്രേഷ്ഠന്മാരാകട്ടെ, അത് ഇസ്രായേലാകട്ടെ, 2 ഒലിവ് മരത്തോട് കാണുമ്പോൾ ഇതിന്റെ എല്ലാം ചുമക്കുന്നത് വേരാണ് ചുമക്കുന്നത്. വേരാണ് പ്രാധാന്യത. വേരിനെയാണ് പലർക്കും മറഞ്ഞിരിക്കുന്നത്. ദാവീദിനെ എല്ലാവർക്കും അറിയാം, ഇസ്രായേലിന് അറിയാം, സങ്കീർത്തനം എഴുതിയ ദാവീദിനെ അറിയാം, അവർക്ക് എല്ലാവർക്കും അറിയാം. ഗോലിയാത്തിനെ കൊന്ന ദാവീദിന് ഇസ്രായേലിന് അറിയാം, അവർക്ക് എല്ലാവർക്കും. പക്ഷേ വേരായിരിക്കുന്നു മറിഞ്ഞിരിക്കുക. അത് അവർക്ക് ഇന്നും ഒരു ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല. അവരിന്നും ദാവീദിനെ പോലെ രാജാവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം പറയുക, ഞാൻ ദാവീദിന്റെ വേരും വംശവുമായവനാണ്. നമുക്ക് ദൈവത്തിന് കൃപയാൽ വേരായവനെ മനസ്സിലാക്കാൻ സാധിച്ചു. വേരും കൊമ്പ് ശേഷിക്കാതെ കളയാന്നുള്ള മലയാള പുസ്തകം പറയുന്നത് വേരായിരിക്കുന്ന സാത്താൻ, ദുഷ്ടതയുടെ വേര്. അവനെയുള്ള കൊമ്പുകളെല്ലാം കളയും. നമ്മുടെ വേര് സാക്ഷാൽ നമ്മുടെ വേര് ദാവീദിന്റെ വേരായവനാണ്. ക്രിസ്തുയേശു അവൻ ദാവീദിന്റെ വേരായവനെന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വംശത്തിൽ ജനിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ദാവീദിനെ ചുമക്കുന്നത് ക്രിസ്തുവാ, ദാവീദിനെ നീതീകരിക്കുന്ന ക്രിസ്തുവാ, ദാവീദിനെ രക്ഷിച്ചത് യേശുവാ, ദാവീദിനെ പുനരുത്ഥാനം കൊണ്ടിരുന്നത് യേശുവാ. അപ്പോൾ വേരെന്ന് പറയുമ്പോൾ അതാണ് ഉത്ഭവം, അതിൽ നിന്നാണ് സകലതും. അതുകൊണ്ട് ദാവീദിന്റെ വേരിനെ ഇവിടെ അവസാനം പറയുകയാണ്, ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ നക്ഷത്രമാകുന്നു. ദാവീദിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവർക്ക് മനുഷ്യൻ ജനിച്ച എല്ലാ പ്രവാചകന്മാരും എല്ലാവരും ഒരു ദിവസം ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും അവരൊക്കെ എന്നേക്ക് അപ്രത്യക്ഷമാകാനുള്ളവരുമാണ്. എന്നാൽ സർവശക്തനായിരിക്കുന്ന യേശു ക്രിസ്തു നിത്യനാണ്, മാറ്റമില്ലാത്തവനാണ്. ഇവിടെ ഉദയനക്ഷത്രം പറഞ്ഞിരിക്കുന്നത് ശുഭ്രമായ ഉദയനക്ഷത്രം. ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സകല നക്ഷത്രരാശികളും മങ്ങിപ്പോകും, മാറ്റം വരും. എന്നാൽ ഒരിക്കലും ശോഭ കെട്ടുപോകാത്ത ഒരേ ഒരു ഉദയനക്ഷത്രമായി എന്നേക്കും ശോഭയുള്ള നിത്യശോഭയുടെ അവന്റെ ശോഭ കൂടുന്നുമില്ല. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മൾ പറയുന്നത്. ശുഭ്രമായ ഉദയനക്ഷത്രം പറയുന്നത്. ഇന്ന് കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും മങ്ങിപ്പോകും, നക്ഷത്രരാശികൾ മങ്ങിപ്പോകും, അതെല്ലാം ചുട്ടഴിയപ്പെട്ടു പോകും. നിത്യനായിരിക്കുന്ന യേശു ക്രിസ്തു ദാവീദിനെ ചുമന്നിൽക്കുന്ന പ്രവാചകന്മാരെ ചുമന്ന പഴയ നിയമത്തിൽ എല്ലാവരെയും വംശത്തെ മുഴുവൻ ചുമന്ന, പാപത്തെ മുഴുവൻ ചുമന്ന് മാറ്റിയ ദാവീദിന്റെ പേരായവൻ എന്നേക്കും നിൽക്കുന്നവനാ, നിത്യനായവനാണ്. അവനെ ഒരിക്കലും അവന് മാറ്റമില്ലാത്തവനാണ് ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്.
നിത്യതയിൽ നീക്കി നിൽക്കുന്ന ബന്ധമാണ് ക്രിസ്തു യേശു എന്ന പേരിലൂടെ അവനോട് ചേരുന്നവർക്ക് ലഭിക്കുന്നത്. അതിനായിട്ടാണ് അവൻ ദാവീദിന്റെ വംശത്തിലും വംശകുലത്തിലും സകല മനുഷ്യർക്കും വേണ്ടി ജനിച്ചത്. നമുക്ക് വേണ്ടി കർത്താവ് ജനിച്ചതിൻ്റെ കാര്യത്തെക്കുറിച്ച്, യേശു രക്ഷകനായി വന്നതിനെക്കുറിച്ചും എന്തിനു വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് സഭകളോടുള്ള ബന്ധത്തിൽ പറയുന്നത്. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ 2000 വർഷം മുമ്പ് ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചപ്പോൾ തള്ളപ്പെട്ടവനായിരുന്നു, അടിയേൽക്കപ്പെട്ടവനായിരുന്നു, തുപ്പലേറ്റവനായിരുന്നു, കൊന്നവനായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞാൻ വഹിച്ചത് നമ്മെ അവനോടുകൂടെ നിത്യം ചേർക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതിൽ പറയുകയാണ്, കഥ പറയുകയാണ്, ഞാൻ മാറ്റമില്ലാത്തവനാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികൾക്ക് മാറ്റം വരുമ്പോൾ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിന് ഗതിഭേദത്താൽ മാറ്റം വരാത്തവനാണ്. ഒരിക്കലും മാറ്റമില്ലാത്ത ക്രിസ്തു യേശുവാണ് യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി സാക്ഷീകരിക്കുന്നത് ഞാനാകുന്നു. പഴയ നിമിത്തം ഞാനാകുന്നു എന്ന് പറഞ്ഞ ആരാകുന്നു? പുതിയ നിമിത്തം പറയുമ്പോൾ ദാവീദിന്റെ പേരായി വന്നവൻ സായൻ അറിയത്തില്ല അവൻ ആരാണെന്നുള്ളത്. ആ പേരായി വന്നവനാണ് ഞാൻ. അവൻ ഉദയനക്ഷത്രമാണ്, ശുഭ്രമായ ഉദയനക്ഷത്രമാണ്. അവൻ ദാവീദിന്റെ വംശമാണ്. മനുഷ്യരുടെ വംശത്തിന് വേണ്ടി ലോകത്തിൽ വന്ന സഭയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് വെളിപ്പെടുത്തിയ ദാവീദിനെ കുറിച്ച് പറഞ്ഞ് വംശാവലി പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, എനിക്ക് മാറ്റമില്ലാത്തവനാ, വേരായിട്ടുള്ളവനാ, ഒരിക്കലും മാറ്റമില്ലാത്തവനെന്ന് പറയുകയാണ്. ഒടുക്കത്തെ നാളിൽ സാധാരണയും വേരാകുന്ന സാധാരണയും അവനിൽ ഉണ്ടാകുന്ന കൊമ്പുകളെയും നിത്യത തള്ളിക്കളയുന്നതിനെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇവിടെ വേരാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരെല്ലാം ആ വേരിനോട് ഉണ്ടായിരിക്കും എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതേ ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ നിന്ന് വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്തു ദാവീദിന്റെ വേരാണെങ്കിൽ ആ വേരുമായി ബന്ധപ്പെട്ട് നിത്യത്തിൽ ആരൊക്കെ കാണപ്പെടും എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം തന്ന ഞാനതിൻ്റെ ഈ ഭാഗം ഞാൻ വേഗത്തിൽ നിർത്താം. നമുക്കറിയാം, ഈ ദാവീദിന്റെ പേരായി ജനിച്ചവൻ ക്രിസ്തു മുഖാന്തരമായി അവനോട് അധികമായി ബന്ധപ്പെട്ടിരിക്കുന്ന, ഏറ്റവും അധികം അവനോട് ചേരുന്ന ആ വേരിനോട്, ഫലപ്രദമായ വേരിനോട് ചേർത്ത് പണിയപ്പെടുന്ന ആദിയാത്മാരുടെ സഭ. വേരിനോട് ബന്ധമുള്ള ഏറ്റവും അധികം അത് നിർമ്മലകന്യകയാണ്, സൂര്യതേജസ്സുള്ള നിർമ്മലകന്യക. അതിനോട് അനുബന്ധമായി കാണാൻ സാധിക്കും, വേരിനോട് ബന്ധപ്പെട്ട അത്രയും തേജസ്സില്ലാത്തതാണ് കന്യകമാരോട് വാഴ്ത്തപ്പെടുന്നവര്. ഇപ്പം മന്ദിരത്തോടുള്ള ബന്ധത്തിൽ നിർമ്മലകന്യക, തേജസ്സിനുള്ള ബന്ധത്തിൽ സൂര്യ തേജസ്. കന്യകമാരുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവര് ചന്ദ്ര തേജസ്സുള്ളവരാണ്. അവര് ദൈവനഗരത്തിലെ ആരാധനക്കാരാണ്. അവര് നഗരത്തിന്റെ ഭാഗമായി തീരുന്നവരാണ്. പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ദാവീദിന്റെ പേരെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ ശ്രേഷ്ഠന്മാർ ഉൾപ്പെടുന്നു എന്ന് വെളിപ്പെടുത്താനാണ് ദാവീദിന്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആരെല്ലാം അവരെ ത്യജിച്ചു കളയാലും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോവും ദാവീദും ദൈവം പണിയുന്ന പ്രവാചകന്മാരും ദാനിയേലും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അവരെയും ദൈവം കണ്ടിരിക്കുന്നതാണ്. അവരും ക്രിസ്തുവിൻ ആകുന്ന വേരിനോട് ചേർത്ത് പണിയപ്പെടുന്നവരാണ്. അതിലെ പഴയ നിയമത്തിൽ ശ്രേഷ്ഠമായ വിശുദ്ധന്മാർ നക്ഷത്ര തേജസ്സുള്ളവരെ കുറിച്ച് നമുക്കറിയാം. ഒരു മതിലിന്റെ ഭാഗമായി തീരും. വിശുദ്ധ നഗരത്തിലെ നിത്യാരാധനക്കാരായിരിക്കും. സായിൽ നിന്നുള്ള രക്തസാക്ഷികളാകുന്നവരാണ് മറ്റൊരു കൂട്ടർ. 144,000 പേര് നക്ഷത്രത്തിന് വ്യത്യസ്തതയുള്ളവരായിരിക്കും. ഗോപുരങ്ങളുടെ ഭാഗമായി തീരാനുള്ളവരാണ്. ജീവപുസ്തകത്തിൽ പേരുള്ളവരും ഈ വേരോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അകന്നകന്ന നിൽക്കുന്നെങ്കിലും നമുക്കറിയാം, വേരുകൾ പറയുമ്പോൾ എത്രയോ ടൈപ്പുള്ള വേരുകളുണ്ട്. അതൊക്കെ പഠിക്കാനോടൊക്കെ അറിയാം. വേരിനെ കുറിച്ച് പഠിക്കുമ്പോൾ വേര്, അതിൻ്റെ തായ് വേര് കാണും, അതിനോട് വരുന്ന വേറെ ചെറിയ ചെറിയ വേരുകളാണ്, എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വേരെന്ന് പറഞ്ഞാൽ ഒറ്റ ഭാഗമല്ല. വേരെന്ന് പറയുമ്പോൾ അതിനോട് ഇപ്പം നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായ തായ് വേരാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് വേരായിരിക്കും ക്രിസ്തുവിനോട് ചേരുന്നതാണ് മണവാട്ടി സഭ. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കന്യകമാരാകുന്നവർ. അതിനോട് ചേരുന്നവരാണ് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ. ഇസ്രായേലിൽ നിന്നുള്ള ഇതിനെ ഞാൻ നിലവിളക്കിനോട് ബന്ധത്തിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 7 നിലവിളക്കിനോട് ബന്ധത്തിൽ നിർമ്മലകന്യയെ ക്രിസ്തുവിനോട് ബന്ധത്തിൽ നിൽക്കുന്നു. 2 നിലവിളക്കിനോട് ബന്ധത്തിൽ ചന്ദ്രതേജസ്സുള്ള കന്യകമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 2 ഒലിവുമരത്തിലെ 1ാമത്തെ ഒലിവുമരമാണ് പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർ. 2ാമത്തെ ഒലിവുമരത്തിൽപ്പെടുന്നവരാണ് ഇസ്രായേൽ എന്നുള്ള രക്തസാക്ഷികളായിട്ടുള്ളവർ. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. 7 നിലവിളക്ക്, 7 പൊൻനിലവിളക്ക്, 2 നിലവിളക്ക്, 2 ഒലിവുമരം എന്ന് വെളിപ്പെടുത്തി പഠിപ്പിച്ചു. ഇതൊക്കെ പഠിച്ചതാണ്. ഇതാരാണെന്നുള്ളത് ഈ വേരുമായിട്ട് ക്രിസ്തുമായിട്ട് ബന്ധത്തിലാണ് നിൽക്കുന്നത്. 7 പൊൻനിലവിളക്കുള്ള ബന്ധത്തിൽ ആഗോള സഭയിൽ നിന്ന് ആദിയാതന്മാരുടെ സൂര്യതേജസ്സുള്ള അതിലേക്കാണ് നാം എത്തിച്ചേരാനാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രത്യാശതാണ്. ചന്ദ്രതേജസ് പ്രാപിക്കുന്നതാണ് 60 മേനിൽപ്പെടുന്നവർ. അവര് അതിനോടുള്ള ബന്ധത്തിൽ കാണുമ്പോൾ അവര്
രണ്ട് നിലവിളക്കുള്ള ബന്ധത്തിൽ വെളിപ്പാട് 14 അധ്യായത്തിൽ രണ്ട് സമയങ്ങളായിട്ടാണ് ഇവിടെ പുനരുത്ഥാനം രണ്ട് വിളക്കുകളുടെ ബന്ധത്തിൽ കാണിച്ചിരിക്കുന്നത്. രണ്ട് ഒലിവുമരത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് സന്നിധിയിൽ നിൽക്കുന്ന അഭിഷിക്കുന്ന ആളുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഒലിവുമരവും രണ്ട് നിലവിളക്കുമാണ്. ഈ പറയുന്ന കന്യകമാരുടെ ബന്ധമുള്ള പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരും വിശുദ്ധന്മാരും ഇസ്രായേൽ എന്നുള്ള 144,000 പഠിച്ചൊന്ന് ഓർത്താൽ മതി. വെളിപ്പാട് ദിവസം പഠിപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആരൊക്കെ ഇവരോട് ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ആരൊക്കെയാണ്? നമുക്കാണ് അതിശ്രേഷ്ഠമായിരിക്കുന്ന തേജസ്സിന്റെ പ്രാപിപ്പാൻ 7 പൊൻനിലവിളക്കിന്റെ ഭാഗമായി തീരുവാൻ നിത്യം തേജസ്സുള്ളവരായി ക്രിസ്തുവിനോട് സൂര്യതേജസ്സോട് നിൽക്കാൻ ഭാഗ്യം ലഭിക്കും. അതല്ല, നമുക്ക് അത്രയും പദവി ഇല്ലെങ്കിൽ 60 മേനിയിൽപ്പെടുന്ന ചന്ദ്രദേശന്റെ കന്യകമാർ നിലവിലാഴ്ത്തപ്പെടുന്ന രണ്ട് നിലവിളക്കുള്ള ബന്ധത്തിൽ ഒന്ന് എതിർ ക്രിസ്തുവിന്റെ ഭരണാരംഭത്തെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നവരും ഒന്നാമത്തെ പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒരു ബന്ധത്തിലാണ് വെളിപ്പെടുത്തുന്ന നിർമ്മല കന്യക കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത വെളിപ്പാട് 12 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്. കന്യകമാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടർ അത് ഇടതുവശത്തുള്ളവരാണ്. വലതുവശത്തുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിലാണ്. രണ്ട് ഒലിമരത്തോടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇസ്രായേലിന്റെ രക്തസാക്ഷി. ഇസ്രായേലിലെ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠമായിട്ട് ഒരു ഒന്നാമത്തെ ഒരു കാണിക്കുന്ന അവരാണ് രണ്ട് സാക്ഷികളുള്ള പുനരുത്ഥാനം പ്രാപിക്കുന്നത്. ഒരു നക്ഷത്ര ദേശമായിരിക്കും. ഇസ്രായേൽ എന്നുള്ള 144,000 ഗോപുരങ്ങളുടെ ബന്ധത്തിൽ കാണപ്പെടുന്നത്. ഒരു രക്തസാക്ഷികൾ അവര് ഒന്നാമത്തെ പുനരുത്ഥാനത്തിലാണ്. അപ്പൊ ഇത് ഇവിടെ ഈ ഭാഗം വഴി നിർമ്മല കന്യകമാർ, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർ, ഇസ്രായേൽ എന്നുള്ള രക്തസാക്ഷികളാകുന്നവരെ നമുക്ക് 7 പൊൻനിലവിളക്ക്, 2 നിലവിളക്ക്, രണ്ട് ഒലിവുമരവും 2 നിലവിളക്കുള്ള ബന്ധത്തിലാണ് ബാക്കിയുള്ള പഠിപ്പിച്ചിരിക്കുന്നത്. സ്വർഗീയതേജസ്സ് പ്രാപിക്കുന്നവരാണ്. ജീവിതത്തിൽ പേരുള്ളവരാണ്. ഒടുക്കത്തെ നാളിൽ അവർ മുഴുവനും പുനരുത്ഥാനം പ്രാപിച്ചിട്ട് ഇപ്പൊ കഥാ രണ്ടാമത്തെ വരവെങ്കിൽ ജീവിതം തുറക്കപ്പെടുന്നില്ല. ഇന്ന് ജീവനോടിരിക്കുന്നവരെ നീതിവാന്മാരായിട്ട് ദൈവം 1000 ആണ്ട് വാഴ്ചയിലേക്ക് അത് പറഞ്ഞാൽ ജനനവും മരണവുമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അവരെ കടത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അന്ന് നീതിവാന്മാരായിട്ടുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ജീവിതവും തുറക്കപ്പെടുന്നില്ല. 1000 ആണ്ട് വാഴ്ച വരെ ഇവിടെ ജനനവും മരണവും ഉണ്ടായിരിക്കും. ഇവരാരാണ്? കർത്താൻ രണ്ടാമത്തെ നീതിവാന്മാരായിട്ടുള്ളവരാണ്. നീതിവാന്മാരിൽ തന്നെ വൃതന്മാരായിട്ടുള്ളവരുടെ അവരുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്താൽ മതി. ഞാനത് മുഴുവൻ എല്ലാം പറഞ്ഞ് നിങ്ങൾക്കത് പുറകോട്ട് റീകളക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാൻ വേണ്ടി ഇപ്പോൾ അവസാനം ഒന്ന് റീകളക്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പൊ ജീവിതത്തിൽ പേരുള്ളവരാണ്. പുതിയ ആകാശ പുതിയ ഭൂമിയിലെ ആരാധനക്കാരായിട്ട് രാജാക്കന്മാർ. ഇതേക്കുറിച്ച് പറഞ്ഞാൽ പൊതുവാന ലോകമാണ് ജീവിതത്തിൽ പേരുള്ളവർ. ഞാൻ സംശയിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് വരുമ്പോൾ എന്താണ് നാം പഠിച്ചത് എന്നുള്ളത് വളരെ വേഗത്തിൽ ഞാൻ എന്നെ സംശയിച്ചാൽ നമുക്കറിയാം. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും. പുരാതന ലോകത്തെക്കുറിച്ചറിയാം, ഇപ്പോഴത്തെ ലോകത്തെക്കുറിച്ചറിയാം, വരുവാനുള്ള ലോകത്തെക്കുറിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് ദിവസം ഒരു രത്നച്ചുരുക്കമായി പറഞ്ഞാൽ കുഞ്ഞാടാകുന്ന ആത്മമണവാളന്റെ കാന്തയായ മണവാട്ടിയും പൊതുവാന ലോകവുമാണ് വരുവാനുള്ളതിൽ കാണപ്പെടാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ കൂടാരത്തെ വെളിപ്പെടുത്തുകയാണ്. നിത്യകൂടാരത്തെ വെളിപ്പെടുത്തുകയാണ്. വലിപ്പവും തികവുമേറിയ കൂടാരത്തെ, അഥവാ പുതിയ യെരൂശലേമിനെ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിൽ അത് വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യ സൃഷ്ടിയിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനമലങ്കരിക്കുന്ന ദൈവത്തോട് ചേരുവാൻ ഭാഗ്യം ലഭിക്കുന്ന മണവാട്ടിയെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുരാതന ലോകത്തെ നശിപ്പിച്ചു കളയുമ്പോൾ അവിടെ പുരാതന ലോകം നശിപ്പിച്ചു പോവുകയാണ്. പാപികളാൽ നശിച്ചു പോകും. 8 പേർ മാത്രമാണ് രക്ഷപ്പെടുന്നതെന്നാൽ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പൊതുവാന ലോകം വെളിപ്പെട്ട് വരുമ്പോൾ എണ്ണിക്കൂടാത്ത ദൂതരായിട്ടുള്ള മനുഷ്യരിലേക്ക് കുഞ്ഞാടിന്റെ മണവാട്ടി, ആത്മമണവാട്ടി, തേജസ്സുള്ള നഗരമായി ഇറങ്ങി വരുമ്പോൾ അതിൽ ദൈവിക തൃത്വമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പിതാവിന്റെ സാന്നിധ്യം, പുത്രന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. വീതി, അതിനുള്ള ബന്ധത്തിൽ വിളക്ക്, കുഞ്ഞാട്, മന്ദിരം, അതിനുള്ള ജീവജല നദി, പിതാവാം ദൈവം സുഖാസിരിക്കുന്നവൻ വസിക്കുന്ന അത് മന്ദിരം. നമ്മൾ അതിൽ കുഞ്ഞാടിന്റെ സഭയുള്ള ബന്ധത്തിൽ മനസ്സിലായി. നഗരത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പതിലുകൾ, ഗോപുരങ്ങൾ, ഇതാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ പൊതുവാന ലോകമെന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ള ബന്ധത്തിലുള്ള കാര്യത്തിനാണ് ലോകം എന്ന് പറയുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ള ബന്ധത്തിൽ ഉള്ള കാര്യമാണ് ലോകം, അല്ലെങ്കിൽ ഭൂമി എന്നാ പറഞ്ഞത്, ഭൂമി. എന്നാൽ ലോകാരംഭം എന്ന് പറഞ്ഞാൽ ആദ്യമേ മനുഷ്യൻ, ലോകസ്ഥാപനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടിച്ച മുതലാണ് ലോകസ്ഥാപനം. മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള കാര്യത്തിനാണ് വേൾഡ് എന്ന് പറയുന്നത്.
വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യലോകം അതേക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവാന ലോകം എന്ന് പറയുമ്പോൾ ഈ പുതിയ ആകാശപദവിയിലേക്ക് ദൂതതുല്യരായി പ്രവേശിക്കുന്നവരെ ഉൾപ്പെടുന്ന പൊതുവാന ലോകവും ഇപ്പം കുഞ്ഞാടിൻ്റെ മണവാട്ടിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഞ്ഞാട് മണവാട്ടിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവനുള്ള യെരൂശലേം, പുതിയ യെരൂശലേമിനെ വെളിപ്പെടുത്തുന്നു. അത് പൊതുവാന ലോകത്തിലേക്ക് വരുന്നു. അതാണ് നിത്യതയിലെ നിത്യമായിരിക്കുന്ന തേജസ്സിൻ്റെ തിരശ്ശീല ഉയർത്തപ്പെടുന്ന കാലഘട്ടം. അത് സമാഗതമാകുമ്പോൾ ഉണ്ടാക്കേണ്ട നാളിൽ അത് പ്രത്യക്ഷപ്പെടും. അത് പ്രത്യക്ഷപ്പെട്ട ശേഷമായി കർത്താവിൻ്റെ കൃപയാൽ ഈ മണവാട്ടി ഭർത്താവിനെ അലങ്കരിച്ച മണവാട്ടിയെ ഞാൻ കാന്തയെ മണവാട്ടിയെ കാണിച്ചതെന്ന് പറയുമ്പോൾ വിശുദ്ധ നഗര ഭർത്താവിനെ അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് കാണിച്ചെന്ന് പറയുമ്പോൾ എന്നും പുതുക്കമുള്ള, ഒരിക്കലും പഴയതായിത്തീരാത്ത ഒരു ആത്മമണവാളനായിരിക്കുന്ന ക്രിസ്തുവും ആത്മമണവാട്ടിയും ഉണ്ടായിരിക്കും. ഇന്നത്തെ വിവാഹത്തിലൊക്കെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മണവാളനും മണവാട്ടി എന്നുള്ള ബന്ധം തീരും. അത് പിന്നീട് പഴയതായി തീരും. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായി മാറി മാറും. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത കുഞ്ഞാടിൻ്റെ കാന്ത എന്നും അതുപോലെ തന്നെയാണ്. തേജസ് പ്രാപിക്കുന്ന കുഞ്ഞാടിൻ്റെ കാന്ത മാറ്റമില്ലാത്തതായി സ്വർഗീയ തേജസ് പ്രാപിച്ചു കഴിഞ്ഞാൽ അവനോട് സദൃശന്മാരായി തീരുകയാണ്. അവന് മാറ്റമില്ലാത്ത പോലെ നമ്മളുമായി തീരും. പുതുക്കം നഷ്ടപ്പെടാത്ത, ഒരിക്കലും പഴയതാകാത്ത ഒരു വരുവാനുള്ള ലോകം ദൈവം കണ്ടിട്ടുണ്ട്. പഴയതാകുന്നതും ജീർണിക്കുന്നതെല്ലാം അത് ഇല്ലാതായിത്തീരും. എന്നാൽ ഒരിക്കലും പഴയതാകാത്ത, എന്നും പുതുമ സൂക്ഷിക്കുന്ന അവൻ്റെ മണവാട്ടിയായി തീരുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. പഴയതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് എന്നേക്ക് പുതുമയുള്ള ആത്മമണവാളായിരിക്കും ക്രിസ്തുവിനോടുകൂടി എന്നും ആത്മമണവാട്ടിയായി ആ പുതുമ കാത്തു സൂക്ഷിപ്പാൻ രാത്രി പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുമ്പോൾ അതിനോട് റെസ്പോൺസ് ചെയ്യുന്നവരെ കുറിച്ചാണ്, പ്രതികരിക്കുന്നവരെ കുറിച്ചാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 17-ാം വാക്യം, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. പറഞ്ഞപ്പോൾ ജീവവൃക്ഷ ഫലം ഞാൻ നിങ്ങൾക്ക് തരത്തില്ല, അത് പരദേശത്തിന് മുമ്പ് തരാം. ഇവിടെ ആത്മാവിനെ, ജീവജലത്തെ, ആത്മാവിനെ അധികമായി തരാമെന്ന് പറഞ്ഞു. കഥാവൻ ചോദിച്ചോളൂ. കഥാ പറഞ്ഞ ജീവവൃക്ഷത്തിന് ഫലം നിങ്ങൾക്ക് തരാമെന്ന് ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞോ? തന്നില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. കഥാവനാ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിച്ചാൽ എത്ര പേര് നിങ്ങൾ തരാമെന്ന് പറഞ്ഞു. കഥാ പറഞ്ഞല്ല, സമൃദ്ധിയ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ജീവജലം നമുക്ക് ചോദിക്കും. കഥാവേ എൻ്റെ ആത്മാവാകുന്ന ജീവജലം എൻ്റെ മേൽ എപ്പോഴും നൽകണമേ. ഇപ്പോൾ നമുക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം നേരിടാൻ കഴിയുന്നതിൽ ഇത് രണ്ടും പൊരുളായിട്ട് നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നമുക്ക് വചനം, അത് ജീവന്റെ വചനമാണ്. അത് ജീവവൃക്ഷത്തോട് ഫലത്തോട് ക്രിസ്തുവിനോട് ബന്ധത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. അവരിൽ നിന്നാണ് വചനവും ആത്മാവും വെളിപ്പെടുന്നത്. അപ്പം നമുക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കിട്ടത്തില്ല. അതുപോലെ തന്നെ ആത്മാവിനെ ഇവിടെ ദൈവം തന്നിട്ടുണ്ട്. വചനമാണ് ഫലമായിട്ട് നിൽക്കുന്നത്. ആ വചനത്തിനോടുകൂടെ നമുക്ക് ആത്മാവിനെയും ദൈവം ധാരാളമായി തരാന്ന് പറയുക. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. പറഞ്ഞാൽ വരിക, എന്താ പറഞ്ഞു? വരിക, ഞാൻ നിന്നെ വരിക എന്നാലാ പറയുന്നത്? ആത്മാവും മണവാട്ടിയും പറയുന്നു. ആത്മാവും മണവാട്ടിയും. അപ്പോൾ വരിക എന്ന ആത്മാവിനും മണവാട്ടി എന്ന പരിശുദ്ധാത്മാവിൻ്റെയും ആത്മാവാൻ ദൈവത്തിൻ്റെയും മണവാട്ടിക്കും മാത്രമേ വരിക എന്ന് പറഞ്ഞ് ബന്ധപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. ബൈക്കിളോർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കറിയാം, മരണാനന്തരം പരദീസയിൽ ഇങ്ങനെ ഇത് ഇന്ന് പറഞ്ഞു തുടങ്ങിയതല്ല. ചില വിചാരിക്കുന്നത് 2000 വർഷം ചില ലോകാവസാനക്കാരുണ്ട്, അന്ത്യകാല ശുശ്രൂഷക്കാരുണ്ട്. എനിക്കവരോട് പറയാനുള്ളത്, നിങ്ങൾ വചനം ശരിക്കും പഠിക്കണം, മനസ്സിലാകണം. ഈ ലോകാവസാനവും അന്ത്യകാലവും ഇന്ന് തുടങ്ങിയതല്ല. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നതൊക്കെ പറയാറുണ്ട്. ഞാൻ ചോദിച്ചിട്ട്, അന്ത്യകാല ശുശ്രൂഷയല്ലേ പൗത്രോസ് പൗലോസ് ഒക്കെ ചെയ്തത്? അവർ ചെയ്തത് അന്ത്യകാല ശുശ്രൂഷയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അവസാന ശുശ്രൂഷയാണെന്നേ ഉള്ളൂ. ലോകാവസാന ശുശ്രൂഷയില്ല ലോകാവസാന കർത്താവ് വന്നത്. അതിന് പ്രത്യേക ഒരു അഭിഷേകം ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നു. അന്നും അവർ പറഞ്ഞത് വരിക എന്നാണ്. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ സഭ പറഞ്ഞു വരിക. അവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് അവർ മരിച്ച് പരദീസയുടെ 3-ാം സ്വർഗത്തിൽ ആ വിശുദ്ധന്മാർ വിശ്രമിക്കുക. ഇന്ന് 2026 ഈ വചനം ഞാനിവിടെ പഠിച്ച് അവസാനിപ്പിക്കുമ്പോഴും
നമ്മളും പറയും കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന്. കാരണം നമ്മളും വരിക എന്ന് പറയുക, റെസ്പോൺസ് ചെയ്യുക. ഇത് പറയാൻ ലോകത്തിൽ ആത്മദാഗത്തോടെ പറയുവാൻ ഒരു കൂട്ടർക്ക് മാത്രമേ കഴിയത്തുള്ളൂ, അവൻ്റെ മണവാട്ടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ സാധിക്കും, വരിക എൻ്റെ ആത്മാവുടെ കർത്താവ് വരണമെന്ന് പരിശുദ്ധാത്മാവോട് കൂടി എത്ര പറയാൻ സാധിക്കും? വെറുതെ പറയുകയല്ല, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയും. അവനോട് ചേരാനുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കത്തുള്ളൂ. അല്ലെ ഇത് വായിച്ചിട്ട് വരിക എന്ന ആത്മാവ് മണവാട്ടി, അതല്ല, ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹത്തോടെ. എത്രയോ വിശുദ്ധന്മാർ ഇത് പറഞ്ഞ് അവർ പരദേശിൽ വിശ്രമിക്കുന്നെന്നും നാം ജീവനോടെ ഭൂമിയിലിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഈ പറയാൻ അതിന് വരിക എന്ന് പറയാനുള്ള ആത്മധൈര്യവും തൻ്റെ ഇടവും ദൈവത്തിന് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി 2 കൊരിന്ത്യർക്ക് എഴുതിയ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിർത്തി വായിക്കും. അതിനുശേഷമായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ദിവസങ്ങളിൽ എടുക്കപ്പെടാനുള്ളവർ ആരാണെന്നും അവരുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് വെളിപ്പെടുത്തി ഞാൻ ഈ വചന പഠനത്തിന് വിരാമം കുറിക്കും. വേഗത്തിൽ ഞാൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പോവുകയുള്ളൂ. അതേക്കുറിച്ച് എക്സ്പ്ലനേഷൻ, വിശദീകരണം നൽകത്തില്ല, അത് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്. നമ്മൾ ആരായിരിക്കണം എന്നുള്ളത് ഈ 2 ഭാഗത്തെ വെളിപ്പെടുത്തി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരാണെങ്കിൽ അവരാരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വേഗത്തിൽ വചനം വായിക്കുമ്പോൾ മനസ്സിലാകും. ഇവിടെ രേഖപ്പെടുത്തുന്ന കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. നമ്മളതല്ലേ പഠിച്ചത്? സ്വർഗത്തിൽ നഗരമുണ്ട്, ആ വിശുദ്ധ നഗരത്തിൽ ഒരു കെട്ടിടമുണ്ട്, പിതാവിന്റെ ഭവനം. അതാണ് ദൈവത്തിന്റെ മന്ദിരമാകാൻ ഉള്ളത്. കെട്ടിടം നമുക്ക് വേണ്ടി ദൈവം ഒരു കെട്ടിടം ഒരുക്കിയിട്ടുണ്ട്, ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഞാൻ കൂടാരത്തിൽ ഞെരുങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടില്ല. ഈ കൂടാരത്തിൽ ഞെരുങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിട്ട് ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു, ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഈ കൂടാരത്തിൽ, നമ്മൾ കൂടാരത്തിൽ വസിക്കുകയാണത്. ഇത് കൈപ്പണിയായിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് തന്നതാണ്, അവൻ കൈകൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ ഇവിടെ പറയുകയാണ് കൈപ്പണി അല്ലാത്ത ഒരു നിത്യഭവനം ദൈവത്തിൻ്റെതാണ്. ഇവിടെ കർത്താവ് മനുഷ്യനെ ഈ പുതിയ നിയമം സ്ഥാപിച്ചപ്പോൾ കൈപ്പണിയായിട്ടൊന്നും ദൈവം ചെയ്തില്ല. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കൈകൊണ്ട് ദൈവം മനുഷ്യനെ പണിതു. അവൻ്റെ മൂക്കിൽ ശ്വാസം മൂടി, അവൻ പൊടിയായി തീർന്നു. എന്നാൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഉരുവാക്കിയെടുത്ത പാപമോചനത്തിന്റെ മക്കളായി തീർന്ന ദൈവമക്കൾ, അതിലേറ്റവും ശ്രേഷ്ഠമേറിയവന്റെ മണവാട്ടി സഭയെക്കുറിച്ച് പറയുക. അവരെ കൈപ്പണിയ അല്ലാത്തൊരു ഒരു ഒരു കെട്ടിടം സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി പണിതിട്ടുണ്ട്. ആ കെട്ടിടത്തിന് ഭാഗമാറ്റി തരാനാണ് കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത്. ഒരുവാനല്ല മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങളിൽ കൂടാരത്തിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു. നമ്മുടെ ഞെരുക്കമൊക്കെ മക്കളെക്കുറിച്ചും മാമ്പൂവിനെ കുറിച്ചും ഒക്കെയുള്ള ഞെരുക്കങ്ങളാണ്. എത്രയൊക്കെ ഞെരുക്കമുണ്ട് കർത്താൻ വരാൻ വേണ്ടി ഒരുക്കപ്പെടുവോ, പൂർത്തീകരിക്കപ്പെടുന്ന ആഗ്രഹം ഞെരുക്കം ആർക്കൊക്കെ ഉണ്ട്? ഭാരപ്പെട്ടു ഞെരുക്കമുണ്ടോ? ഒരു കർത്താൻ വരാൻ വേണ്ടി ഒരുക്കപ്പെടുമോ എന്നുള്ളൊരു ചിന്തയുണ്ടോ? ആഗ്രഹമുണ്ടോ? ഞെരുക്കമുണ്ടോ? ഉള്ളിലൊരു ഞെരുക്കം വേണം, അല്ലെ? ഒരു ഞെരുക്കം വേണം, ഒരു ആഗ്രഹം വേണം, ഒരു തീക്ഷ്ണത വേണം, ഒരു ആവശ്യകത വേണം. ഞെരുക്കം ഉണ്ടായിരിക്കണം. അതൊക്കെ പറയുന്ന കാത്തിരിപ്പാണ്. ഞെരുക്കി കാത്തിരിക്കുക, അതാണ് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ഈ പഠനം മുഖാന്തരം ഉണ്ടാകണം. നിത്യമായ ഒരു കെട്ടിടം ഞങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അതേക്കുറിച്ച് ആ പുതിയ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോസ്തലനായ പൗലോസിനെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതി പറയുക, ഭൂമിയിലുള്ള എല്ലാം ശാശ്വതം അല്ല, എല്ലാം തീർന്നു പോകുന്നതാണ്. എന്നാൽ ശാശ്വതമായ ഒരു കെട്ടിടമുണ്ട്. ഈ ഭൂമി, ഈ ശരീരം, ഇത് ഇവിടെ അഴിഞ്ഞു പോകും. എന്നാൽ നിത്യമായത് മീതെ ഒരു ഉടുപ്പാൻ ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. തുടർന്ന് വായിക്കുന്ന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ കൂടാരത്തിൽ നിന്ന് ഞങ്ങൾ ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ.
നമ്മുടെ അകത്തൊരു ഞെരുക്കം, വലിയൊരു ഞെരുക്കമുണ്ടാകണം. എനിക്ക് കർത്താൻ വരുമെങ്കിൽ എടുക്കപ്പെടാൻ കഴിയുമോ, സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഞെരുക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഇല്ലേ? പരീക്ഷ എഴുതിയിട്ട് ജയിക്കുമോ തോക്കുമോ എന്നുള്ള ചിന്തയുള്ളവരുണ്ട്. നന്നായിട്ട് എഴുതിയാലും ഒരു ടെൻഷനൊക്കെ കാണും ജയിക്കും വരുന്നത്. ഒരു വലിയ ഇന്റർവ്യൂ കഴിഞ്ഞു, അത് കിട്ടുമോ ഇല്ലെന്നുള്ളത് വളരെ IAS-ന്റെ ഒക്കെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുക, കിട്ടുമോ ഇല്ല എന്നൊരു ഞെരുക്കമുണ്ട്. എനിക്കത് കിട്ടുമോ എൻട്രൻസ് ചെയ്തിട്ടിരിക്കുക, ഒരു ഞെരുക്കമാണ്. ആ റിസൾട്ട് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, എക്സ്പെക്ടേഷൻ, ആ സ്ക്രീനിൽ നോക്കിയിരിക്കുക, അത് റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക, ഒരു ഞെരുക്കം. അതുവരെ വലിയ ഒരു മനസ്സിൻ്റെ അകത്ത് വലിയൊരു ആഗ്രഹത്തോടെ ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞതുപോലെ അത്രയുമെങ്കിലും ഉള്ള ഒരു ആഗ്രഹം വാസ്തവത്തിൽ എനിക്കില്ല എന്ന് ഞാൻ സമ്മതിക്കുക. നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലവരാ. ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയുക. നമ്മൾ പലതിനു വേണ്ടി ആഗ്രഹിച്ച് ഞെരുങ്ങുന്നില്ലേ? ഉണ്ട്. എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഞെരുക്കം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? എത്ര പേർക്കുണ്ടെന്ന് പറയാൻ സാധിക്കും? അങ്ങനെയാണ് ധന്യരാണ്, നിങ്ങൾ തികവുള്ളവരാണ്. എന്നാൽ അതായിട്ടില്ല എന്ന് പരസ്യമായി സമ്മതിക്കാനത്തവർ കഴിയും. ഞാൻ പറഞ്ഞത്, ഒരു പരീക്ഷ എഴുതി കാത്തിരിക്കുക, റിസൾട്ട് വരുമോന്ന്. നമ്മുടെ മക്കളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, തലമുറ ഉണ്ടാകുമോന്ന്. അത് പല കാര്യത്തിന് വേണ്ടി നാം ഞെരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? നമ്മൾ ഞെരുക്കങ്ങൾ, ഒരുപാട് ഞെരുക്കങ്ങൾ. എന്നാൽ അതിൻ്റെ അകത്ത് 1% രാത്രി ദൈവാത്മാവ് ചോദിക്കുക, 99% ഞെരുങ്ങുന്നത് ഭൗതികതയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ഞെരുക്കങ്ങൾ 1% കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരു ഞെരുക്കമുണ്ടോ എന്ന് ഇന്ന് രാത്രിയിൽ വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ അവസാന ക്ലാസ്സിൽ ദൈവാത്മാവ് ചോദിക്കുക. 106-ാമത്തെ ക്ലാസ് അല്ലേ? 105 ക്ലാസ്സിൽ 106-ാമത്തെ ക്ലാസ്. ഈ 106-ാമത്തെ ക്ലാസ്സിലും ദൈവാത്മാവ് ചോദിക്കുക, പഠിപ്പിച്ച എന്നോടും കേട്ട നിങ്ങളോടും ദൈവാത്മാവ് ചോദിക്കുക, ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടും ഇതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കമുണ്ടോ യേശു കർത്താവിന്റെ വരവിന് വേണ്ടി? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കണം. വലിയ ഞെരുക്കമുണ്ടാകണം, വലിയ ആഗ്രഹമുണ്ടാകണം. പഠിപ്പിച്ച് തീർന്ന് നമ്മൾ നന്ദിയും താങ്ക്സും ഒക്കെ പറഞ്ഞ് മാറിപ്പോകുന്നതിന് മുമ്പായി ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഞെരുക്കം ഈ മർത്യമായത് മാറി അമർത്യത ധരിക്കുവാൻ, ആ പുത്രത്വം പ്രാപിപ്പാൻ എൻ്റെ ജീവിതത്തെ ഒരുക്കണമേ, അതിനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് സന്നിധിയിൽ കർത്താവിനെല്ലാം അറിയാം. നമ്മുടെ ഞെരുക്കങ്ങളും നമ്മുടെ വാഞ്ചയും ഒക്കെ എല്ലാം പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള ബന്ധത്തിലാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ മിന്നിമറിയുന്നത് പോലെ ചില ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ വരാറില്ലേ? എന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് സമയമെടുത്തത് കൊണ്ട്, അതല്ല നമ്മുടെ കർത്താവ് വരാൻ സമയമായതുകൊണ്ട്, ഒരുക്കത്തോടെ, ഒരു ഞെരുക്കത്തോടെ, വലിയ ഒരു ആഗ്രഹത്തോടെ, ആവേശത്തോടെ കാത്തിരിക്കാം. ഒരു റിസൾട്ടിനായി കാത്തിരിക്കുന്നത് പോലെ അല്ലെ? വലിയൊരു മാറ്റത്തിന് വേണ്ടി, ഒരു രൂപാന്തരത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരായി തീരുവാൻ ഇന്ന് രാത്രി ദൈവാത്മാ നമ്മെ ഓർപ്പെടുത്തി നിന്നു പോകരുത്. ആ ഞെരുക്കം എപ്പോഴും, ഒന്നുകിൽ നാം ഇവിടുന്ന് മരിക്കുന്ന സമയം വരെ ഞെരുക്കമുണ്ടായെങ്കിൽ ചേരണം, എനിക്ക് എൻ്റെ യേശുവിനോട് ചേരണം. അതെ, വരിക എന്ന് പറയുന്ന ആത്മാവ് മണവാട്ടിയും പറയുന്ന ദൈവത്തെ വരവിന് വേണ്ടി ബന്ധപ്പെടുത്തുന്ന ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ബാക്കിയുള്ള എല്ലാം ചവറഞ്ഞിട്ട് നമുക്ക് വേണം. മനുഷ്യ മക്കളെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥന എല്ലാം വേണം, ആവശ്യമാണ്. പ്രധാന പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള ഞെരുക്കമുണ്ടാകണമെന്നാണ് ഇവിടെ പൗലോസ് പറയുക. ഇതൊക്കെ സാരമില്ലെന്നേ എന്ന് പറയാ, നമുക്ക് ഞെരുങ്ങാം, നമുക്ക് ദിവസങ്ങൾ കാത്തിരിക്കാമെന്ന് പൗലോസ് പറയുക. ഞങ്ങൾ ഞെരുങ്ങിക്ക, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം, അഡ്വാൻസായി തന്നിരിക്കുന്ന ദൈവാത്മാവാണ്. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ഞങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. അച്ചാരം തന്നിരിക്കുക, നമ്മളെ ഉറപ്പിച്ചിരിക്കുക. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താനായിട്ട് ഒരു വലിയ ഞെരുക്കം, ആത്മമണവായ ക്രിസ്തുവിന്റെ മുഖം എനിക്ക് കാണണം, എനിക്ക് അവനോട് ചേരണം, എനിക്ക് അവന്റെ വരവിൽ എടുക്കപ്പെടണമെന്നുള്ള വലിയ വാഞ്ചയോട് ജീവിപ്പാൻ ഈ പഠനം എന്നെയും ഇത് കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ. അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ മാത്രമായി പ്രാർത്ഥിക്കുന്നു.
അതിന് ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ഇപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹമായി നിൽക്കുന്നത്. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. നമ്മൾ നടക്കുന്നത് കാഴ്ചയാലല്ല, ഇവിടെയുള്ള ഒന്നിനെക്കുറിച്ചുള്ള കാഴ്ചയല്ല, വരാനുള്ളതിനെക്കുറിച്ച്, കർത്താവിന് മധ്യാകാശ പ്രത്യക്ഷത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ വിശ്വാസത്തോടെ നാം നടക്കുകയാണ്. കാഴ്ചയല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അടുത്തത്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരാകും. ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ക്രിസ്തുവിനെ എന്ന് പറഞ്ഞാൽ ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ ശരീരം നമ്മൾ വരാൻ താമസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരീരം വിട്ടകലണം. അങ്ങനെയാണെങ്കിലും ആ സമയത്തും മരിക്കുന്ന സമയത്തും അന്ത്യശ്വാസത്തിലും ആരെയെ പ്രസാദിപ്പിക്കേണ്ടത്? എല്ലാവർക്കും പറയാൻ സാധിക്കുമോ? എനിക്ക് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന എൻ്റെ ആത്മമണവാളനെ എനിക്ക് പ്രസാദിപ്പിക്കണം. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ദൈവാത്മാവ് രാത്രി നമ്മളോട് സംസാരിക്കുകയാണ്. എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കണം. എൻ്റെ അന്ത്യശ്വാസം വരെ ഞാൻ ശരീരം വിടുകയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്നേക്ക് മാറ്റപ്പെടണം. എല്ലാവരും കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. രാത്രി ദൈവാത്മാവ് സ്പർശിക്കുക, ദൈവാത്മാ ഹൃദയങ്ങളെ തൊടുകയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ എനിക്കെന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഞാൻ ഈ ലോകത്തിന്റെ അവസാനം ശ്വാസം വലിക്കുകയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവനോട് ചേരുവാനുള്ള ആഗ്രഹത്തോടെ വേണം നമ്മൾ ഈ ലോകത്തിന്റെ യാത്ര പറയുക. അതല്ല, ശരീരത്തിൽ വസിക്കാൻ നാളെ ഒരു ദിവസം കൂടി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വരവുകൾ നാം രൂപാന്തരപ്പെടുവാൻ വേണ്ടി നാം അവനെ പ്രസാദിപ്പിക്കുവാൻ അഭിമാനമുള്ളവരായിത്തീരണം. അവനെ പ്രസാദിക്കാനാകുവാൻ അഭിമാനിക്കുന്നു. അതിൽ അഭിമാനമുണ്ട്. ഒരു ക്രിസ്ത്യാനിയായിട്ട് വിശുദ്ധ ജീവിതം നയിച്ചു നിൽക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. ലോകം നിന്നെ അപമാനിക്കും. ലോകത്തെ പ്രസാദിപ്പിക്കാത്തതുകൊണ്ട്, കൂട്ടുകാരെ പ്രസാദിപ്പിക്കാത്തതുകൊണ്ട്, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാത്തതുകൊണ്ട്, ഒരുപക്ഷെ ഭർത്താവിനെ അമ്മയെ, അപ്പനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാത്തതുകൊണ്ട് നിന്നെ അപമാനിക്കും. പക്ഷെ എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ അഭിമാനിക്കുകയാണ്. ഞാൻ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നതാകുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും പൗലോസ് പറഞ്ഞതുപോലെ രാത്രി പറയണം, ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അതെ കർത്താവിന്റെ കൂടെ അവനോടുകൂടെ വസിപ്പാൻ ഇഷ്ടപ്പെടുത്തും, അവനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം. എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായം 5-6 വാക്യങ്ങൾ കൂടി വായിച്ചിട്ട് ആരാണ് എടുക്കപ്പെടുന്നത് കൂടി തെളിയിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എടുക്കപ്പെടണമോ? കുഞ്ഞാടിന്റെ മണവാട്ടിയായി മാറണമോ? എന്താ നാം ചെയ്യേണ്ടത്? നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിത്തീരണം. എന്തിനാണ് നാം ജീവിക്കുന്നത്? ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ? എൻ്റെ ഉടയവൻ കർത്താവുമായിരിക്കുന്ന എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കുവാനാണ്. ഈ സന്ദേശത്തിന്റെ കാതലായ വിഷയം മനസ്സിലായല്ലോ. നാം രക്ഷിക്കപ്പെട്ടത്, നാം കൃപയിലേക്ക് കടന്നു വന്നത്, നാം ഇന്ന് ശ്വസിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, മരുന്ന് കഴിച്ച് ജീവിക്കുന്നത് എല്ലാം
എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഹാനോക്ക് പറയും, ഞാൻ അവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിച്ചു. അതുകൊണ്ട് ആ തലമുറയിൽ അവൻ എടുക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിലും നാം ശ്വസിക്കുന്നതും കഴിക്കുന്നതും ജീവിക്കുന്നതും ചെയ്യുന്നതെല്ലാം ഈ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം. ഈ സന്ദേശം മനസ്സിലായെങ്കിൽ ഞാൻ ബാക്കിയുള്ള ഭാഗം വേഗത്തിൽ വായിച്ച് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ആരായിരിക്കണം? എടുക്കപ്പെടാനുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് ജീവിതം നയിക്കുന്നവരായിരിക്കണം? വളരെ സിമ്പിളല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനെ പ്രസാദിപ്പിച്ചാണോ എപ്പോഴും ജീവിക്കുന്നത്? അതോ നമ്മെ തന്നെ പ്രസാദിപ്പിച്ചാണോ? കർത്താവ് പോലും യേശു പോലും താൻ തന്നെ പ്രസാദിച്ചില്ലെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാ? സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. എന്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്നറിയോ? അല്ലേ? കർത്താവ് പോലും തന്നെ പ്രസാദിച്ചില്ല. പക്ഷെ നമ്മളൊക്കെ, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു, നമ്മളൊക്കെ പറയുമ്പോൾ ഞാനത് ഓക്കെയാ, സാറ്റിസ്ഫൈഡാ. പക്ഷെ കർത്താവ് പോലും തന്നെ പ്രസാദിച്ചതിൻ്റെ അർത്ഥം ദൈവത്തെ പ്രസാദിപ്പിക്കാം. അത് ദൈവത്തിന് ഇഷ്ടമായത് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഞാൻ വായിച്ച കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ ഭാഗങ്ങളും ഇബ്രാഹിം ലേഖനം വായിച്ചപ്പോൾ മനസ്സിലായല്ലോ, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പായി അവന് സാക്ഷ്യം ലഭിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന്. ദൈവത്തെ പ്രസാദിപ്പിച്ചവരുടെ പേരുകൾ സ്വർഗത്തിൽ നാദിയാന്മാർ സഭയിലുണ്ട്. അവനെ പ്രസാദിപ്പിക്കുന്നില്ല എങ്കിൽ പഠനം മുഖാന്തരമായി അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും അനിന്യമാവണ്ണം വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മെ നമ്മുടെ രക്ഷകനായ കർത്താവ് വരുമ്പോൾ നമ്മൾ ചേർക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് മാത്രമേ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന് ആത്മാവിൽ പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ പുസ്തകം എഴുതിയപ്പോൾ അത്രമാത്രം ഒരു ചിന്താഗതി ഇല്ലായിരുന്നു. അന്ന് ആമേൻ കർത്താവ് യേശുവേ വേഗം വരണം. പക്ഷെ ഇപ്പം കേട്ട് വരണമേ എന്നുള്ളത് ഈ വചനത്തിന്റെ അവസാന ഭാഗത്തെ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ്. അത് അന്ന് ഞാനത് അത്രയും വലിയ കാര്യമായിട്ടുള്ള പഠനമായിരുന്നില്ല. പക്ഷെ ചിലരെല്ലാം പഠിപ്പിച്ച് വെളിപ്പാട് ദിവസം അറിയാവുന്ന രീതിയിൽ പഠിപ്പിച്ച് ഒരു വാക്ക് പോലും വിട്ടുകളയാതെ പഠിപ്പിച്ചിരിക്കുന്ന ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന് ഭയങ്കര പഠിപ്പിൽ നടക്കുന്നവരുണ്ട്. വെളിപ്പാട് ദിവസം മുഴുവൻ പഠിപ്പിച്ച് തികവായിട്ട് ഇതങ്ങ് അടിച്ചേൽപ്പിക്കും. വിശുദ്ധന്മാരൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞു, ഞാൻ വിശ്വാസം സമയത്തൊക്കെ കർത്താവ് യേശു വേഗം വരണമെന്നാണ് കേട്ടത്. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഒരു കൂട്ടരൊക്കെ ഇതങ്ങ് വെളിപ്പാട് ദിവസം മുഴുവൻ അവർ കാണാൻ പഠിച്ചിരിക്കുക, എല്ലാം അറിയാം. അതിൻ്റെ അത് ഏറ്റവും അവസാനം പറയുന്നതാണ് കർത്താവ് യേശുവേ വരണമേ എന്ന് പറയിപ്പിക്കുക. കർത്താവ് പറഞ്ഞു ഞാൻ വേഗം വരുന്നത്. കർത്താവ് പറഞ്ഞത് വേഗം വരിക എന്ന് പറയുന്നത് സഭയോട് ബന്ധം നമ്മൾ കർത്താവ് വിളിക്കപ്പെടുക. വേഗം വേണമെന്ന് ആമേൻ എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ അകത്തുണ്ട്. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നാണ്, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കർത്താവായ യേശു വരണമെന്ന് പറയുന്നത് നമുക്കറിയാം, 2 പ്രാവശ്യം ഒരു സെന്റൻസ് ആവർത്തിക്കത്തില്ല, അതൊരു റിപ്പീറ്റായിട്ട് ചെയ്യത്തില്ല. ഇവിടെ ഞാൻ അത് വായിച്ച് 20-ാം അധ്യായം 25-20 വായിക്കുന്നത്, ഇത് സാക്ഷീകരിക്കുന്നതിന് അതെ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ എന്ന് പറഞ്ഞൊരു അർത്ഥം അതിന് മുകളിൽ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ്. ഞാൻ വേഗം വരുന്നപ്പോൾ കർത്താവായ യേശുവേ വേഗം വരണം എന്നിട്ട് പറയുകയാണ് കർത്താവായ യേശു വരണമേ. അത് ഈ കർത്താവായ യേശു വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ റിപ്പീറ്റായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ തന്നെ പറയണമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വാക്ക് കൂട്ടുകയോ ഉറയ്ക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ഇനി അതിന് മുകളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ വർഷത്തിൽ ഇതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. കർത്താവായ യേശുവെ വേഗം വരണമേ എന്ന് പറയുന്നത് കൊണ്ട് നമ്മളെ എടുത്ത് നരകാഗ്നിയൊന്നും ദൈവം ഇടത്തില്ല. നമ്മൾ വാക്ക് കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല. കർത്താവ് പറഞ്ഞ് ആമേൻ പറയുന്നതേ ഉള്ളൂ. പുതിയ പഠിപ്പിക്കലൊക്കെ വന്നിട്ട് ഇതിനെ വലിയൊരു തിയോളജിക്കൽ സ്റ്റഡി ആയിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. നിസ്സാരമായ കാര്യമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ് നമ്മൾ പറയുന്ന കർത്താവായ യേശുവെ നീ വേഗം വരണമേ. നമ്മളത് ബന്ധപ്പെടുത്തി പറയുന്നതിന് ഒരു തെറ്റുമില്ല. അത് ഒരു വേഗം എന്നുള്ള വാക്ക് കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ നമ്മളെ തള്ളിക്കളയുന്നത് അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തീർത്തിരിക്കുകയാണ്. ഈ പുസ്തകത്തിലെ യോഹന്നാൻ പറയുകയാണ്, പ്രവചനം കേൾക്കുന്ന ഏവനെയോട് ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും എന്നിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞു, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന് പറയുക. ഈ പറഞ്ഞ സന്ദേശം ഇന്ന് രാത്രി അവസാനിപ്പിക്കുമ്പോൾ അതെ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറയാനുള്ള ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ
ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ എഴുതിക്കുന്ന ബാധകളെക്കുറിച്ച് പറയുമ്പോൾ ദുഃഖം, ക്ഷാമം, മരണം, ഇതെല്ലാം ബാധകളാണ്. നിത്യനരകാഗ്നിയിൽ ദുഃഖമുണ്ട്, തീരാത്ത ദുഃഖം, തീരാത്ത ക്ഷാമം, ഒരിക്കലും മാറ്റമില്ലാത്ത ഇരുളിൻ്റെ തള്ളപ്പെട്ടു പോകും. എന്നാൽ നിത്യസൗഭാഗ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ മനുഷ്യവംശത്തെ മുഴുവനും നമ്മൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ കഥാവിനോട് ചേരുന്ന വേരുകളെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ദൈവമായി ബന്ധമില്ലാത്ത വേരുകളെക്കുറിച്ച് പറഞ്ഞതും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ദൈവത്തോടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ വേറായിട്ടുള്ളതിനാൽ യാതൊരു ബന്ധമില്ലാത്ത രണ്ടു കൂട്ടരുണ്ട്. അവരെയും അവരെ നിത്യനരകം തള്ളിക്കളയുന്നത്. അത് ദൈവത്തോട് യാതൊരു ബന്ധമില്ലാത്തവർ തള്ളപ്പെടുന്ന രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ജീവനോടിരിക്കുന്നവരിൽ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകൻ ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. അവരെ നിത്യനരകാഗ്നിയിലേക്ക് കർത്താവിന്റെ മഹത്വ പ്രതീക്ഷയിൽ തള്ളിക്കളയും. അന്ന് വിരുന്ന് നടക്കുന്ന സമയത്ത് അവരെ അതുപോലെ മഹത്വ സിംഹാസന ഇടത്തുള്ള കോലാടുകളെയും നിത്യനരകത്തിൽ തള്ളിക്കളയും. അവര് ദൈവവുമായി ബന്ധമില്ലാത്തവരാ. അത് പിശാചിനോടും അവനോടും ഉള്ള ബന്ധമുള്ളവരാ. പിന്നീട് നടക്കുന്നത് ഒടുക്കത്തെ നാളിൽ നടക്കുന്ന ഗോഗമാഗോ യുദ്ധത്തിൽ സാത്താനെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. നരകവും പാതാളവും ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ തള്ളിക്കളയും. അതാണ് മനുഷ്യവംശത്തും ദൈവത്തിന് അകന്നു പോകുന്നവർ. വേരിനോട് ബന്ധമുള്ളവർ ഫലം കായ്ക്കുന്നവർ കൊമ്പുകളാകുമ്പോൾ അവര് പുതിയ യെരൂശലേമിനോടുള്ള ബന്ധത്തിലും പൊതുവാന ലോകത്തോടുള്ള ബന്ധത്തിലും കാണപ്പെടുമ്പോൾ ദൈവമായി ബന്ധമില്ലാത്ത ജീവനുള്ള ദൈവക്രിസ്തുമായ സ്നേഹമായിരിക്കുന്ന വേരുമായി ബന്ധമില്ല, ദൈവസ്നേഹത്തിന്റെ വേരുമായി ബന്ധമില്ലാത്തവർ നരകാഗ്നിയിൽ നിത്യ ശിക്ഷ അനുഭവിക്കുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവവിശുദ്ധനഗരത്തിലും ഉള്ള അംശത്തെ ദൈവം നീക്കിക്കളയും. ഇത് ഈ പുസ്തകത്തിൽ നിന്നൊന്നും നീക്കരുത്, ഇതിൽ നിന്നും അവസാനിപ്പിക്കുകയും ഇതൊന്നും എടുത്ത് കളയുകയും ചെയ്യരുത്, കൂട്ടുകയും ചെയ്യരുത്. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പഠിപ്പിക്കരുത്. കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി ബന്ധപ്പെടുത്തി നാമേൻ കർത്താവായ യേശുവെ വേഗം വരണമേ എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു പ്രയാസവുമോ ബുദ്ധിമുട്ടോ ഇല്ല. കർത്താവിനെ ബന്ധപ്പെടുത്തണമെന്നുള്ള ദൂത് ഞാൻ കൈമാറുന്നു. അവസാനമായി പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നു. ആമേൻ എന്നുള്ളത് അരുളിച്ചെ തുടങ്ങി. ആദിയിൽ എന്ന് പറഞ്ഞ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് ആമേനായ അരുളിച്ചെ തുടങ്ങി വചനം ആമേൻ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു. അവസാനം പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്നാണ്. അപ്പോൾ ആദിയിൽ സ്ഥാപിതമായ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമ്പോൾ വരുവാനുള്ള ലോകത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അന്ന് തേജസ് പ്രാപിക്കുന്ന മനുഷ്യരോട് ഒരുമിച്ചുള്ള ദൈവത്തിന്റെ നിത്യവാസം എത്ര ആനന്ദകരവും മനോഹരമായിരിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന വചനമാണ് അക്ഷരാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിറവേറപ്പെടുവാൻ പോകുന്നത്. അതിന്റെ കേവലം രൂപരേഖ മാത്രമേ നമുക്ക് ഈ പഠനത്തിൽ മനസ്സിലായിട്ടുള്ളൂ. ഏകദേശം ഒരു കാഴ്ചപ്പാട് മാത്രമേ, നിഴൽ പോലുള്ള പഠനം മാത്രമേ, ഒന്നും പൂർത്തീകരണമായിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കി തന്നല്ലോ. ഇനി എത്രയോ കാര്യങ്ങൾ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. പഠിക്കാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ദിവസമായിരിക്കാം. തികഞ്ഞവരായിട്ട് നല്ല വെളിപ്പാട് 4 വാക്യങ്ങൾ നാം വായിച്ച് ചിന്തിച്ചത് കൊണ്ടെല്ലാം തികഞ്ഞെന്നല്ല, എത്രയോ രഹസ്യങ്ങൾ ദൈവത്തിന് പഠിക്കാനുള്ള ആഗ്രഹത്തോടെ അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ പ്രകാശത്തിൽ നിലനിന്ന് കർത്തവരവനായി നമ്മെ പരിശുദ്ധ കാര്യങ്ങൾ സമർപ്പിക്കാം. വെളിപ്പാട് പുസ്തക പഠനം ഇത് നമുക്ക് മാത്രമല്ല അനേക പ്രയോജനപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് പറയാം, ഞങ്ങൾ ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് സാക്ഷ്യം അവൻ ലഭിച്ചപ്പോൾ മരണം കാണാതെ എടുക്കപ്പെട്ടെങ്കിൽ ഈ തലമുറയിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് അവന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഈ വചന പഠനം ദൈവത്തിന് പ്രസാദമായിരുന്നു. അത് നമ്മളെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ സാർത്ഥത മാറ്റാൻ വേണ്ടിയായിരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ മത്സരത്തെ മാറ്റാൻ വേണ്ടിയായിരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ അസൂയ മാറ്റാൻ വേണ്ടിയായിരുന്നു, നമ്മെ ഒന്നുകൂടി കഴുകിയെടുക്കാൻ വേണ്ടിയായിരുന്നു,
നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയായിരുന്നു. പുത്രന്റെ അതേ സദൃശമാക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു. അവന്റെ അതേ സ്നേഹത്തോട് നാം അനുരൂപപ്പെടുവാൻ വേണ്ടിയാകുന്നു. അവിടെ നമ്മെ പുതുക്കിയെടുക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം ഒരുക്കപ്പെടുവാൻ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ശ്രേഷ്ഠകാലം ജീവിക്കാൻ നമ്മുടെ ശ്വാസമുള്ളിടത്തോളം സമയം, ഈ മൺകൂടാരത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനത്തെ കണ്ടുകൊണ്ട് കുഞ്ഞാടുന്ന മണവാട്ടി വെളിപ്പെടുത്തുന്ന പുതിയ യെരൂശലേമിന്റെ ഭാഗമായി പിതാവാം ദൈവത്തിന്റെ ഭവനമായി മന്ദിരമായി തരുവാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ ദിവസങ്ങളിൽ ധാരാളമായി പകരപ്പെട്ടുകൊണ്ട് മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുവാൻ, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ പഠനം മുഖാന്തരം സഹായിക്കട്ടെ. നാം ദൈവത്തെ പ്രസാദിപ്പിക്കാതെ തീരണമേ എന്നുള്ള ആഗ്രഹത്തോടെ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കൃപ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ കൃപ, ക്രിസ്തു യേശുവിന്റെ കൃപ നമ്മളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. അതെ, അവന്റെ കൃപയിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒന്നും സാധിക്കത്തില്ല. കർത്തൃവിലാസയുഗത്തിന് വേണ്ടി നമ്മളെ കർത്താവിന്റെ മണവാട്ടിയാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമ്മെ അവന്റെ കൃപയിൽ പരിപാലിച്ച് അവന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ വേണ്ടിയാണ്. ആ വലിയ പ്രത്യാശയോടെ ജീവിതം എന്ന കഥാവിന് നന്ദി പറയാം. നമുക്ക് വേണ്ടി നിത്യജീവൻ എന്ന കഥാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മണ്ണോട് നമ്മളെ സൃഷ്ടിച്ചതിനായി സ്തോത്രം ചെയ്യാം. കഷ്ടം നിറഞ്ഞ പാവം നിറഞ്ഞ ചെളിക്കുഴിയിൽ നിന്ന് നമ്മെ കോരിയെടുത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മെ ശുദ്ധീകരിച്ച് അവന്റെ പ്രസാദം ചെയ്യുവാൻ, അവന്റെ പ്രിയ മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം ലഭിച്ചല്ലോ. അവനെ പ്രസാദിപ്പിക്കുന്നതായി തീർന്നുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ ഓരോ നിമിഷവും ജീവിക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാ തുണ നൽകട്ടെ, കൃപ നൽകുമാറാകട്ടെ എന്ന് ദൂത് കൈമാറിക്കൊണ്ട് ഈ വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ ക്ലാസ്സുകൾക്ക് അവസാനം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.